സ്റ്റീവിയ ഡിലൈറ്റ്സ് പ്രസൻസ് ബി വിത്ത് രമ്യയിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മൈൽ സ്റ്റോണിൽ തന്നെ ഒരുപാട് എന്താ പറയുക ഭയങ്കര വൈറലായി ഇന്റർവ്യൂസ് ഒക്കെ നമുക്ക് ഒരുപാട് തന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ സ്നേഹത്തോടെ അമ്മേ അമ്മേന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം രഞ്ജി അമ്മ. എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ എനിക്ക് ഡാൻസിന്റെ കോമ്പറ്റീഷന് പോകുമ്പോൾ എൻ്റെ കൂടെ അന്ന് മുതലേ എൻ്റെ കൂടെയുള്ള എത്രയോ വർഷങ്ങളുടെ ബന്ധമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യണത്. അല്ലാതെ സംസാരിച്ച് പോയിട്ടുണ്ട്, വർക്ക് ചെയ്ത്. സത്യം പറഞ്ഞ എനിക്ക് എന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ച ആരാണെന്ന് ആദ്യം ചോദിച്ചത് ആരാണെന്ന് രമ്യാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം. സത്യമായിട്ട് ഇല്ലെങ്കിൽ ഞാൻ എസ്കേപ്പ് അടിച്ചേനായിരുന്നു. ദൈവത്തിനാണ് സത്യം. രമ്യ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് വന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യാൻ തോന്നുക. ഞാൻ ആലോചിക്കുക സെന്റ് ജോസഫ് കോളേജില് രമ്യ നമ്പീശൻ, ഉണ്ണിമായ, അതെ, നമ്മുടെ സമൃദ്ധ, അതിന് നമ്മുടെ സീരിയലൊക്കെ ചെയ്യുന്ന വർമ്മ, എനിക്ക് പെട്ടെന്ന് പേര് വരുന്നില്ല, മനസ്സിലായി. ഒരുപാട് പേരുണ്ടല്ലോ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങളെല്ലാവരെയും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുത്തി മേക്കപ്പ് ചെയ്യുമ്പോ ഓരോത്തികളെ മേക്കപ്പ് ചെയ്തിട്ട് അവിടെ ഇച്ചിരി ഗ്ലിറ്റർ കൂടുതലാണ്. എനിക്ക് അവരുടെ പോലെ കിട്ടിയിട്ടില്ല, എനിക്കും കുറച്ച് ഇട്ട് തരൂ എന്നും പറഞ്ഞ് പുറകെ കംപ്ലൈന്റ് കൊണ്ട് വരും. അവൾക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തോ? അപ്പൊ ഞാൻ ആലോചിക്കും, ഈശ്വരാ, ഞാൻ ഇട്ടത് ഓക്കെ, പിന്നെ എല്ലാത്തിനും ഞാൻ നിരത്തി നിർത്തും. 7 എണ്ണത്തിന് നിരത്തി നിർത്തി എല്ലാത്തിനും സെയിം ആയിട്ട് ഇട്ടു ഒന്നും കൂടി ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് എന്നുള്ള പറഞ്ഞുകൊണ്ട് അങ്ങനെ എത്രയോ വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. പക്ഷെ ഇതിനു മുമ്പേ അന്ന് ഹോം ടൂർ എടുക്കാൻ വീട്ടിലേക്ക് അന്ന് വരാൻ ഞാൻ തന്നെയായിരുന്നു അന്ന് വരാൻ നിന്നിരുന്നത്. എന്നിട്ട് അന്ന് ലാസ്റ്റ് മിനിറ്റ് എന്തോ ഒരു ആക്സിഡന്റിൽ എന്തോ സംഭവിച്ചു. അതുകൊണ്ടാണ് അന്ന് എനിക്ക് വരാൻ പറ്റാതെ വേറൊരാള് എന്നിട്ട് അന്ന് ഇന്റർവ്യൂ എടുക്കാൻ വന്നത്. അല്ലെങ്കിൽ അന്നേ എനിക്ക് ആ ഹോം ടൂർ ഒക്കെ എത്ര വൈറലായി, എത്ര റീച്ച് പോയ സംഭവമാണ്. അതിന്റെ ഒരു ഭാഗമാകാൻ എനിക്ക് പറ്റിയാണ്. പക്ഷെ അന്ന് എന്തോ കാരണമായിട്ട് അന്ന് പിന്നെ മുടങ്ങിപ്പോയി. ഇന്നാണ് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. ഇപ്പൊ എല്ലാരും സ്നേഹത്തോടെ രഞ്ജോമാ ഇങ്ങനെ വിളിക്കുക. അപ്പൊ ഒരാൾ അവർ പറയുന്ന കേട്ട് കഴിഞ്ഞാല് നമുക്ക് തോന്നുന്നു രഞ്ജോമാ എന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ നമ്മള് ഓക്കെ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ പ്രായമുള്ള ഒരാളെന്നൊക്കെ. ഇതിപ്പോ എന്താ ഇത് കാണുമ്പോൾ തോറും വളരെ സ്വീറ്റ് ആൻഡ് യങ് ആൻഡ് മോർ ബ്യൂട്ടിഫുൾ, വളരെ വെൽ മെയിൻറ്റെയിൻ, എന്താ പറയാ, ടച്ച് വുഡ്. ഇറ്റ് വാസ് മൈ ഡ്രീം. ആണോ? എത്ര നാളായിട്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും മെലിഞ്ഞിട്ടുള്ള ആളായിരുന്നു. മെലിഞ്ഞിട്ടുള്ള ആളായിരുന്നു. ദെൻ ആഫ്റ്റർ മൈ സർജറിയിലും ഞാൻ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോന്നിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അറിയാണ്ട് അങ്ങോട്ട് വീർക്കാൻ തുടങ്ങി. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ടൂ മച്ച് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡബിൾ ചിന്നൊക്കെ വരാൻ തുടങ്ങി. പിന്നെ വയറൊക്കെ നന്നായിട്ട് അങ്ങ് പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി. സാരീസൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ എനിക്കൊരു വല്ലാത്തൊരു അൺകംഫർട്ടബിൾ ഫീല് തോന്നി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മെലിഞ്ഞിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കൺസേൺ ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കവള് വീർക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ വീർത്ത് അങ്ങനെ ആവുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇനി എന്തെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് പണിയെടുത്തു. എങ്ങനെ പണിയെടുത്തു പറഞ്ഞു തന്നെ, സീക്രട്ട് ഒന്ന് ഷെയർ ചെയ്യൂ. കുറച്ചധികം പണിയെടുത്തു. പക്ഷെ ഇപ്പൊ എൻ്റെ അമ്മ വടിയായിട്ട് നിൽക്കുവാണ്. ആണോ? ഭക്ഷണം കഴിക്കാതിരിക്കുവായിരുന്നോ? എൻ്റെ അമ്മ ഇപ്പം അമ്മയ്ക്ക് ഞാൻ ആകെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇച്ചിരി കാഴ്ചക്കുറവുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു മാറ്റം അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ പലരും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അമ്മയോട്, അവള് മെലിഞ്ഞു, നന്നായിട്ട് അങ്ങ് മെലിഞ്ഞു. അപ്പൊ അമ്മ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. അപ്പൊ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയാ, നീ ആരെങ്കിലും പറയും നന്നായിട്ടുണ്ട്, നല്ല ഷേപ്പ് ആയിട്ടുണ്ടെന്നൊക്കെ, അപ്പൊ നീ അതിനനുസരിച്ചിട്ട് നീ ഇങ്ങനെ കഴിക്കാതിരിക്കുവാണല്ലേ, നീ കഴിക്കാതിരിക്കരുത്, ആരോഗ്യം നോക്കണം, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ ഞാൻ ആരോഗ്യം നന്നായിട്ട് നോക്കുന്നുണ്ട്. ശരിക്കും നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ പറയാ, മനുഷ്യന്റെ അവസ്ഥയാണ്, എപ്പോൾ എന്ത് സംഭവിക്കും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഓരോരുത്തരുടെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയല്ലേ. പക്ഷെ എൻ്റെ കൺസേൺ ഇതായിരുന്നു, എനിക്കിങ്ങനെ നല്ല ഹെൽത്തി യങ്ങായിട്ടിരിക്കണം എന്നുള്ളത്. എൻ്റെ സ്കിന്നും എൻ്റെ ഹെയറും എല്ലാം നല്ല നീറ്റായിട്ടിരിക്കണം. എപ്പോൾ പോകുന്നു ഡസൻറ്റ് മാറ്റർ.
അത് പോകുമ്പോൾ ഞാൻ റെഡിയാ, എപ്പോൾ വിളിച്ചാലും ഞാൻ പോകാൻ റെഡിയാ. പക്ഷേ ഇവിടെ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടാസ്ക്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഒരു ഡ്രീം. അപ്പൊ എത്ര നാളും കൊണ്ടാ ഇത് ഇങ്ങനെ അച്ചീവ് ചെയ്തെടുത്തത്? ഞാനൊരു 6 മന്ത് എടുത്തു. 6 മന്ത്സിൽ ഇത്രയും ചേഞ്ച് വന്നോ? 6 മന്ത്. ഞാനൊരു 8 kg കുറഞ്ഞിട്ടുള്ളൂ. ആണോ? പക്ഷെ ഭയങ്കര ഒരു ഐ ഹാവ് 70. ഓക്കെ. അപ്പൊ ഞാൻ അവിടുന്ന് ഒരു 62 എത്തി നിൽക്കുവാണ്. ഓക്കെ. അപ്പൊ പക്ഷെ കാഴ്ചക്ക് ഭയങ്കരമായിട്ട്, കാരണം എന്നെ കുറച്ച് ഫ്രെയിമിൽ കാണുമ്പോൾ കുറച്ച് ഹ്യൂജായിട്ട് ഫീൽ ചെയ്യും. അതിന്റെ ഒരു പ്രോബ്ലമാണ്. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. അപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ? വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, മെഡിസിൻസുകളുണ്ട്, എല്ലാം കൂടി ക്ലബ് ചെയ്ത് ഇങ്ങനെ ഓഞ്ഞു വന്ന്. ട്രീറ്റ്മെന്റ് ചെയ്യണേ? അതൊരു സീക്രട്ട് ആണോ? അപ്പൊ ബ്യൂട്ടി കൂട്ടാനുള്ള ഒരു സീക്രട്ട് എന്തോ ഇതാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രഞ്ജമ്മയുടെ അടുത്ത് എനിക്കത് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കണം, എനിക്ക് ഇതൊന്നും എങ്ങനെയെങ്കിലും പറഞ്ഞു തരാം. ഓക്കെ. അപ്പൊ എന്തായാലും മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് നാളത്തെ ആ ഒരു ആഗ്രഹം നേടിയെടുത്തു കഴിഞ്ഞപ്പോ ശരിക്കും ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിക്കോട്ടെ, വല്ലാത്തൊരു ഹാപ്പിനെസ് അല്ലേ? എനിക്ക് എന്താ പറയാ, ഈ ജീൻസ് ഇങ്ങനെ ലോ വേസ്റ്റ് ജീൻസ് ഇട്ടിട്ട് ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ട് പോകുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ ഭയങ്കര കൊതിയ. സ്പെഷ്യലി ഈ ബോളിവുഡ് ആലിയ ഭട്ട്, ദീപിക, ഇവരൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ നടക്കാനാണ് ഇഷ്ടം. ഇപ്പൊ എന്റെ അടുത്ത് അപ്പു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത്. അപ്പു എന്ന് പറയുന്നത് ഇതിന്റെ അപ്പൂസ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അറ്റയറിൽ വന്നത്. അതർവൈസ് എനിക്കൊരു നല്ല കാഷ്വൽ ആയിട്ട് വരാനായിരുന്നു ഇഷ്ടം. ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ വണ്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സിമ്പിൾ ഡ്രസ്സ്. ഇത് കഴിയത് അഴിച്ച് ദൂരെ എറി അതെടുത്തിടുക. കംഫർട്ടബിൾ അല്ലേ? എനിക്കിങ്ങനെ ഒത്തിരി ഒരുങ്ങിയിരിക്കുന്നത് പോലെ ഒരു ഫീല് വരും. ഇങ്ങനെ എന്തോ ഞാനല്ലാതെ ഇരിക്കുന്നു എന്നുള്ളൊരു ഫീൽ വരും. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം ഇന്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും വളരെ സിമ്പിൾ കാഷ്വൽ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇടാനാണ് എനിക്ക് ആഗ്രഹം. എവിടെ പോയാലും, ഇപ്പൊ എയർപോർട്ടിൽ പോയാലും ദുബായിൽ പോയാലും, ഇപ്പം ആൾക്കാർ പറയും അവർക്ക് എക്സ്പോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോ നോ അത് എക്സ്പോസ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ലൂസായിട്ടുള്ള ഷർട്ട്, ലൂസായിട്ടുള്ള പാൻറ്, സ്കേർട്ട്, ടോപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എല്ലാവരെയും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും വളരെ ട്രഡീഷണൽ ആയിട്ടും ഭംഗിയായിട്ട് ഓരോ അവർക്ക് വേണ്ട നീഡ് എങ്ങനെയാണോ അതനുസരിച്ച് അവരെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കി മൊഞ്ചത്തിയാക്കി കൊണ്ടുവരുന്ന ഒരാളാണ് പറയുന്നത്. ആൾക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. എന്റെ ഒരു ഫോട്ടോസോ എന്റെ ഇന്റർവ്യൂസോ കണ്ട് ഞാൻ ഈ ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് ഈ ജിമിക്ക് എടുത്തിട്ടത്. ഇത് എത്രയോ വർഷം പഴക്കമുള്ളതാണെന്നറിയാമോ? ഞാൻ ഇന്നത് വെറുതെ എടുത്തിട്ടതാണ്. മാച്ച് ആവുന്നെങ്കിൽ മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ആ ഒരു എന്താ പറയാ, ഒരു എന്താ ഫീൽ ഗുഡ് അല്ലേ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ? അപ്പൊ ഇതുപോലെ കുറെ നാളുകളായിട്ട് നേടിയെടുക്കണം എന്ന് വിചാരിച്ചു വെച്ചിരുന്ന, അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതെന്തൊക്കെയാണ്? അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പം ഇന്നിപ്പം നമ്മൾ രമ്യ ഞാനും കണ്ട് ഇന്റർവ്യൂ ചെയ്ത് ഇന്ന് രാത്രി ഞാൻ ഈ ലോകം വിട്ടു പോയാൽ ഐ എം സോ ഹാപ്പി. കാരണം എനിക്ക് ബാലൻസ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു ഡ്രീം മാത്രമേ ബാലൻസ് ആയിട്ടുള്ളൂ. അത് മേ ബി അത് ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്, പാർട്ടായിട്ടെങ്കിലും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് കോസ്മെറ്റോളജി കോളേജ് നടത്തുക എന്നുള്ളത്. മേ ബി അത് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കൊരു കോസ്മെറ്റോളജി അക്കാഡമി ഉണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ ഹാപ്പിയാണ്. ഇവനിപ്പം ഒരു നല്ല ഒരു സലൂൺ ഓൺട്രപ്രണർ ആണെന്നുള്ള രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഹാപ്പിയാണ്. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഹാപ്പിയാണ്. ഇത് ബെസ്റ്റ് മേക്കപ്പ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഈവൻ ബ്രൈഡിലാണെന്നുണ്ടെങ്കിലും സിനിമയിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഇത് ബെസ്റ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഈവൻ ഇപ്പം ദുബായിലെ എൻ്റെ ഡ്രീം ആയിരുന്നു ദുബായ് നഗരത്തിൽ ജീവിക്കണം എന്നുള്ളത്. ഒരു പ്രവാസിയായിട്ട് ജീവിക്കണം എന്ന് എനിക്ക് ഏറ്റവും വലിയ മോഹമായിരുന്നു. അവിടെ വീട് എടുത്ത് അവിടെ താമസിക്കണം. അത് ഞാൻ നേടിയെടുത്തു. അവിടെ സലൂണായി. അപ്പൊ ഇതിന്റെ പിന്നിലെല്ലാം ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് സപ്പോർട്ടും ഉണ്ട്. അപ്പം പ്രണയിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പൊ എത്തി നിൽക്കുന്നത് എൻ്റെ എന്താ പറയാ, ഐ ആം റെഡി. യു ക്യാൻ കോൾ മീ എനി ടൈം എനിവെയർ. അപ്പോൾ ഒന്നും ഇനി ജീവിതത്തിൽ മുന്നോട്ട് ആ കോളേജ് അല്ലാണ്ട് നാളത്തേക്ക് എനിക്ക് ഇത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഒന്നും, അങ്ങനെ എന്താഗ്രഹം മനസ്സിൽ വന്നാൽ അത് അപ്പപ്പോ ചെയ്ത്. ബിക്കോസ് രമ്യ ഞാനിപ്പം ഒന്നിലും അങ്ങനെ ടൂ മച്ച് ആയിട്ട് ട്രസ്റ്റ് ചെയ്യുന്നില്ല.
ഈവൻ ഇപ്പോൾ സ്നേഹത്തിൽ പോലും എനിക്ക് വിശ്വാസമില്ലാതായിപ്പോയി. ഓക്കെ. സ്നേഹമെന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കും, ആ പഴയ കാലത്തേക്ക് ഞാൻ പോകും. അന്നത്തെ ആ ഒരു ബോണ്ടിങ് റിലേഷനൊന്നും ഇന്ന് കിട്ടാനില്ല. ഇന്നെല്ലാം ക്യാപ്സൂളാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെടുത്ത് അണിയുന്ന കവചമാണ് ലവ്. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു തരം പ്രഹസനമായിട്ടാണ് എനിക്ക് സ്നേഹത്തെ കാണാൻ കഴിയുന്നത്. അതർവൈസ് വി ഡോണ്ട് ഹാവ് ലവ്. ആണോ? സീരിയസ്ലി. ഇന്നിപ്പോ അങ്ങനെ സിൻസിയർ ആയിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം ഉള്ള ആൾക്കാര് അവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോ തൊട്ടു മുന്നേ രഞ്ജുമയും പറഞ്ഞു എനിക്ക് പ്രണയിച്ചിട്ടുമുണ്ട് എന്നുള്ളത്. അപ്പൊ അത് പാസ്റ്റ് ആയിട്ടാ പറഞ്ഞത്. ഇപ്പോ അപ്പൊ പ്രണയമില്ല. ഇല്ല. ഇപ്പൊ അതിലൊന്നും എനിക്കൊരു വിശ്വാസമില്ലാതായിപ്പോയി. കാരണം അതിനൊന്നും അടിസ്ഥാനമില്ല. സത്യത്തില് എനിക്ക് തോന്നുന്ന ഒരു 10-15 ഇയേഴ്സ് ബാക്കൊക്കെയാണ് എനിക്ക് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു ഇമോഷണൽ ഫീൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ചൂസിങ് ആണ്, ഓപ്ഷൻസ് ആണ്. അപ്പം എപ്പോഴും ഒരു ലവ് അഫെയറിൽ അവർക്ക് 2-3 കണക്ഷൻസുകൾ ഇങ്ങനെ ചൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് പോയാൽ ഒന്ന് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇപ്പോഴത്തെ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഡയറക്റ്റ് ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. റിലേഷൻഷിപ്പിന് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമല്ലാണ്ട് ഒരു കാര്യവും ഒരാൾ പറഞ്ഞിട്ടോ ഒന്നും ഞാൻ പറയാറില്ല. എനിക്കത് ഫീൽ ചെയ്യണം, 100% എനിക്ക് ഫീൽ ചെയ്യണം. അതെ, കറക്റ്റാണ്, അത് ഞാൻ കണ്ട കാര്യം സത്യമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് പറയുള്ളൂ. അതർവൈസ് ഒരാൾ എന്നോട് പറഞ്ഞു എന്നാൽ ഞാനത് വിശ്വസിക്കില്ല. കണ്ണുകൾ കൊണ്ട് കണ്ട് കാതുകൾ കൊണ്ട് എനിക്ക് കേൾക്കണം. ഇത് രണ്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നെടുത്ത് എനിക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാകുമായിരിക്കും, എനിക്കൊരു സപ്പോർട്ട് ഉണ്ടാകുമായിരിക്കും, ഏത് സമയത്തും എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഗ്യാങ് ആണ് എന്നൊക്കെ വിചാരിച്ചിരുന്നെടുത്തെന്നൊക്കെ ഞാൻ അടി കിട്ടിയിട്ടുണ്ട്. അടി കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി ചില വേർഡുകൾ കൊണ്ട് നമ്മളെ പരിഹസിക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാൻ കുറേ വൈകിപ്പോയി. ഇപ്പം രമ്യയും ഞാനും നല്ലൊരു സൗഹൃദത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ രമ്യ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് രമ്യനെ ഞാൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വേർഡുകൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. സെറ്റ്, ഓക്കെ, ഇത്തരം വേർഡുകൾ ഞാൻ പഠിച്ചിരുന്നാൽ എനിക്ക് നിസ്സാരമായിട്ട് രമ്യനെ ഒഴിവാക്കാം. രമ്യക്ക് അതിൻ്റെ കോമൺ സെൻസ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. രമ്യക്ക് ഇതിൻ്റെ ഈ മീനിങ്സുകൾ മുൻകാലങ്ങളിൽ തുടരെ മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് അയക്കുകയും വോയിസ് മെസ്സേജുകൾ അയക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് തരുന്ന റിപ്ലൈ ആണ് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾക്ക്. തംസപ്പ് തരിക, അല്ലെങ്കിൽ ഓക്കെ അയക്കുക, അല്ലെങ്കിൽ എന്നയക്കുക, അല്ലെങ്കിൽ എന്നയക്കുക, സെറ്റ് എന്നയക്കുക. അപ്പം നമുക്കവിടെ ക്വാണ്ടിറ്റി കുറയുവാണ്. ആ ക്വാണ്ടിറ്റി കുറയുമ്പോൾ നമ്മൾ ഊഹിച്ചോണം, യെസ് എന്തോ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പം കുട്ടികളോട് പറയുന്നത്, ഇവനിപ്പം പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബിഫോർ മൈ സർജറിയിൽ ഇപ്പം സൂര്യ ആണെന്നുണ്ടല്ലോ, ഹരിണി ആണെന്നുണ്ടെങ്കിലും, ദീപ്തി ആണെങ്കിലും, ഹണി ആണെങ്കിലും, എൻ്റെ മക്കളെല്ലാവരും തന്നെ അവരിങ്ങനെ ഒരു അഫെയറിനെ കുറിച്ച് പറയുമ്പം ഞാൻ അവരെ ചീത്ത പറയും. വേണ്ട വേണ്ട വേണ്ട, കരയാനുള്ളതാണ്, കരയും, നീയൊക്കെ കരയും. ഇവരൊക്കെ കാണുന്നത് വേറെ അർത്ഥത്തിലാണ്. നമ്മളെ ജെന്യൂനായിട്ട് ഇവർക്ക് സ്നേഹിക്കാൻ കഴിയില്ല. ഒരു പ്രണയം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു നല്ല സുഹൃത്തായിട്ട് പോലും ഇവർ നമ്മളെ കാണില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിലെ നാണയത്തുട്ടുകൾ മാത്രമാണ് അവരുടെ നോട്ടം. അത് തീർന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഒരാളിൻ്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും അവരെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പോയി വീഴരുതെന്ന് ഞാൻ എല്ലാവരെയും ഉപദേശിച്ചിരുന്ന ഞാൻ ആഫ്റ്റർ മൈ സർജറി ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഇങ്ങനെ പോകെ ഞാനൊരു കുലസ്ത്രീയായി മാറി. കുലസ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ കുലസ്ത്രീ. ആ ലവിന് ഞാൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുത്ത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വലിയ സൗഹൃദം. എനിക്കറിയില്ല, ഈ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ എന്നെ പരിഹസിച്ചേക്കാം, കളിയാക്കിയേക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രയോറിറ്റി കൊടുത്തു. ഇറ്റ് വാസ് ഹൊറബിൾ. അതെനിക്ക്
ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുത്ത് നിന്ന് എനിക്ക് എൻ്റെ മുമ്പിൽ വന്ന് ചിരിക്കുന്ന ചിരികളൊന്നും എനിക്ക് യാഥാർത്ഥ്യമായിട്ട് തോന്നുന്നില്ല. സീരിയസ്ലി എനിക്ക് ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ ഒരു സമയത്തെ ലോകം തന്നെ അതായി മാറി. എനിക്ക് ഏത് സമയവും കയറി ചെല്ലാം, ഏത് സമയവും വിളിക്കാം, എന്ത് സഹായത്തിന് എന്നോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ ധരിച്ചു വെച്ചിരുന്ന ആ ബന്ധങ്ങൾ വെറും ഒരു നീർക്കുമിളയായിരുന്നു. അതായത് വലിയ ഒരു തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു, ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാണിച്ച വ്യക്തമായ തെളിവോടുകൂടി നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമ്മൾ അവിടെ ഒഴിവാക്കപ്പെട്ടു. അത് ഒഴിവാക്കപ്പെടുക എന്നുള്ളതൊരു വല്ലാത്തൊരു ഒഴിവാക്കൽപ്പെടലായിപ്പോയി. അപ്പോൾ ഞാൻ ഇന്നും ആലോചിക്കുകയാണ്, നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരാളെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുത്ത്, പ്രൊട്ടക്ഷൻ കൊടുത്ത്, അവർക്ക് വേണ്ടുന്ന കെയറിങ് കൊടുത്ത്, ഇതിൻ്റെ വരുംവരായികൾ നമ്മൾ പറഞ്ഞു കൊടുത്തു എന്ന് TV ചാനലുകളിലും ലോകമെമ്പാടും നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ആ സമയത്ത് ഇതുപോലൊരു വിശ്വാസവഞ്ചന അല്ലെങ്കിൽ ഒരു നെറികേട് നമ്മളോട് കാണിക്കുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കുന്നത് ആളാണ് എപ്പോഴും തെറ്റുകാർ. അവരവരുടെ ഭാഗം ന്യായീകരിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അവിടെ ഞാനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ട് ബാക്ക് ടു മൈ ലൈഫ്. ഇതെൻ്റെ ഒരു 3rd പാർട്ടാണ് ഇൻ മൈ ലൈഫിൽ. പക്ഷേ ഒരിടത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഒരു തിരിച്ചടി വന്നു എന്ന് വെച്ചിട്ട് എപ്പോഴും എല്ലാവരും ഞാൻ മുഖമടച്ച് ആക്ഷേപിക്കില്ല. പുരുഷന്മാരെല്ലാവരും അങ്ങനെയാണെന്നും സ്ത്രീകളെല്ലാം അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 100-ൽ 90% ആൾക്കാർ അങ്ങനെയാണ്. പ്രയോറിറ്റി എപ്പോഴും അവിടെ കൂടുതലാണ്. 10% ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ലതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. ഈ നിമിഷം വരെ എൻ്റെ അടുത്ത് മോശമായിട്ടൊരു കമൻ്റ് ഇടുകയോ, ഒരു മോശമായിട്ടൊരു ബിഹേവിങ് ചെയ്യുക, ഒരു മോശമായിട്ടൊരു നോട്ടം പോലും നോക്കാത്ത എത്രയോ സൗഹൃദങ്ങൾ എനിക്കുണ്ടെന്നറിയാമോ? ഇത്രയും സൗഹൃദങ്ങളുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, ദുബായിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി നമ്മളെ വീട്ടിലാക്കാനും, ഇവൻ രാത്രിയിലൊരു അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് പോകാനും ഒന്ന് വിളിച്ചാൽ വരാനും ഒക്കെയുള്ള നല്ല നല്ല സൗഹൃദങ്ങളുണ്ട്. അവരാരും അനാവശ്യമായിട്ടൊരു നോട്ടം നോക്കുകയോ അനാവശ്യമായിട്ട് നമുക്കൊരു ചാറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ ഗുഡ് റിലേഷൻഷിപ്പ്. ബട്ട് എനിക്ക് ഈ അടികളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ചിലപ്പം മറ്റൊരാൾക്ക് മറ്റതായിട്ട് തോന്നിയേക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം, എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു ഫീമെയിൽ സൗഹൃദം എത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് എനിക്ക് ഈ അടിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ സൗഹൃദങ്ങളിൽ ആണിനെക്കാട്ടിലും എനിക്കിപ്പം സിൻസിയറായിട്ട് തോന്നുന്നത് ഫീമെയിൽ സൗഹൃദങ്ങളാണ്. ആണോ? സീരിയസ്ലി എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ ഒരു തളർച്ച കണ്ടാൽ പോലും മനസ്സിലാക്കുന്ന കൂട്ടുകാരികൾ എനിക്കുണ്ട്. സത്യമായിട്ടും ഐ ആം സോ ലക്കി. ലക്കി എന്നല്ല ഞാൻ പറയേണ്ടത്, എനിക്ക് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. കാരണം ഞാനൊന്ന് തളർന്നിരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡ് എന്താടി, എവിടെയാ നീ, ഇങ്ങോട്ട് വന്നേ, നമുക്ക് ചായ കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞ് വണ്ടി എടുത്തും കൊണ്ട് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നു. അവൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ സ്ഥലം കിട്ടി, നമുക്കിവിടെ പൂണ്ട് വിളയാടാം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിക്കുന്നു. എന്താ പറയുക, ബീച്ചിൽ കടലിൽ പോയിട്ട് സ്വിമ്മിങ് സൂട്ട് ഇട്ട് കുളിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഹാപ്പിനെസ് മൂമെൻറ്റ്സ്. യുനോ ഐ ആം എ ട്രാൻസ് വുമൺ. ഞാനൊരു ട്രാൻസ് വുമൺ ആയിട്ട് പോലും 6th ജെൻഡറിൽപ്പെട്ട ഫീമെയിൽസുകൾ എന്നെ അവരിലേക്ക് അടുപ്പിക്കുകയാണ്. അവിടെ എനിക്കൊരു ബൈനറി ഇല്ല. യുനോ, അപ്പം എൻ്റെ കൂടെ സ്വിമ്മിങ് സൂട്ട് ഇട്ട് അവരും സ്വിമ്മിങ് സൂട്ട് ഇട്ട് കടലിൽ കുളിക്കുന്നു, അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു, വട്ടം കൂടിയിരുന്ന് വിശേഷങ്ങൾ പറയുന്നു, ഗോസിപ്പ് ചെയ്യുന്നു. അവിടെ നമുക്ക് എന്താ പറയുക, അവിടെ ഒരു ജെൻഡർ ബൈനറികൾ അവിടെ ഇല്ല. നമ്മൾ 4 പെണ്ണുങ്ങൾ കൂടിയിരുന്ന് നുണകളും അതും ഇതും പറയുന്നു. ഐ എം സോ ഹാപ്പി. എനിക്കിപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് ദുബായി പോവുക, എൻജോയ് ചെയ്യുക. സീരിയസ്ലി എനിക്ക് ഇപ്പം ദുബായിൽ നിന്ന് ഞാൻ എപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നു, വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പം എൻ്റെ മുഖം ഗ്ലൂമി ആവും. ആണോ? അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഗ്ലൂമി ആവും. എയർപോർട്ടിൽ വന്ന് ലോഞ്ചിൽ ഫുഡ് കഴിക്കുന്നത് എല്ലാം എന്തോ ഓട്ടോമാറ്റിക്കലി നടക്കുന്നൊരു കാര്യം പോലെ. ഫ്ലൈറ്റ് ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ ഞാനൊരു കവചം എടുത്തണിയും എൻ്റെ മുഖത്ത്. ഞാനല്ലാണ്ടായി വേറൊരാളാ. എനിക്കൊരു ദുഃഖഭാവം വരുന്നു, എനിക്ക് ആരോടും ഓപ്പണായിട്ട് ചിരിക്കാൻ കഴിയുന്നില്ല. ഐ ഡിഡ് സം മിസ്റ്റേക്ക് ഇൻ മൈ ലൈഫ്.
എന്നൊരു ഫീൽ എനിക്ക് വരികയാണ്. ബട്ട് ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കൊച്ചിൻ എയർപോർട്ടിലേക്ക് കയറി. ഞാൻ വണ്ടിയിൽ നിന്ന് എയർപോർട്ടിൽ ട്രോളിയിൽ സാധനങ്ങൾ വെക്കുമ്പോൾ ഐ ആം എ സെലിബ്രിറ്റി. സീരിയസ്ലി, ഓ മൈ ഗോഡ്, എന്തൊരു ആറ്റിറ്റ്യൂഡാണെന്നറിയാമോ. ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു യങ്ങാണ് അവൾ ഇറ്റലിയിലാണ്. അപ്പോൾ അവളുടെ കസിൻ സിസ്റ്റർ അവളോട് പറയാണ്, പുള്ളിക്കാരത്തിന് ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു, എന്നാ സ്റ്റൈലാണെന്നറിയാം അവരുടെ നടത്തയൊക്കെ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരുമാതിരി ആറ്റിറ്റ്യൂഡിലുള്ള നടത്തി ആ ബാഗൊക്കെ പിടിച്ച് പോന്ന കാണാൻ എന്ത് രസമാണ്. ഞാൻ ഭയങ്കര വണ്ടർ അടിച്ചു പോയി. ആക്ച്വലി അങ്ങനെയല്ല, ദാറ്റ് ഈസ് മൈ കോൺഫിഡൻസ്. അതെ, എൻ്റെ കോൺഫിഡൻസ് ആണ് ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത്. ഒരു ബേർഡായിട്ട് ഞാൻ പറക്കുവാണ്. ബട്ട് ഞാൻ കേരളത്തിൽ വരുമ്പം ടോട്ടലി ഡെസ്പായി പോവുകയാണ്, ഇൻ ബിറ്റ്വീൻ. അപ്പൊ കൂടുതൽ സന്തോഷം തോന്നുന്നത് സൗഹൃദങ്ങളിലാണെങ്കിലും മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയറിലെല്ലാം അത് ദുബായ് കാറ്റടിക്കുമ്പോഴാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ഈ മണ്ണിൽ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? സീരിയസ്ലി എൻ്റെ ആ ഒരു സൗഹൃദം എന്നെ വല്ലാണ്ട് എന്താ പറയാ ബ്രോക്ക് ആക്കിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എന്നെ വല്ലാത്ത തരത്തിൽ എന്നെ അത് ആ ഇൻസിഡൻറ്റ് എന്നെ വല്ലാതെ തകർത്തിട്ടുണ്ട്. സീരിയസ്ലി, ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം വളരെ ഓപ്പൺ അപ്പായിട്ട് പറയുന്നത്. ബിക്കോസ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. വിതിൻ മിനിറ്റുകൾക്കുള്ളിൽ സംഭവിച്ചൊരു കാര്യം. സീരിയസ്ലി, മിനിറ്റുകൾക്കുള്ളിൽ സംഭവിക്കുന്നു. സംഭവം എന്താണെന്ന് അറിയത്തില്ല, സെപ്പറേറ്റ് ആവുന്നു. റീസൺ, ഞാൻ പറയുന്ന റീസൺ അക്സെപ്റ്റ് ചെയ്യാനേ കഴിയുന്നില്ല, യുനോ. അപ്പോൾ അതങ്ങനെ ഒരു സൗഹൃദം എനിക്ക് ബ്രേക്കപ്പ് ആയപ്പം നമ്മളെല്ലാവരും പറയും പ്രണയം തകരുമ്പോഴാണ് ഭയങ്കര വിഷമം, കരച്ചിൽ, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഗുഡ് സൗഹൃദം നഷ്ടപ്പെടുമ്പോഴും ഉണ്ട്. സത്യം, ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അതെ. ഞാൻ 100% 100 അല്ല കൊടുത്തത്. ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ 99% ഒരു സൗഹൃദത്തിലും റിലേഷൻഷിപ്പിലും കൊടുക്കുവാൻ പാടുള്ളൂ. 1% നമുക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കണം. ആ 1% 99-നേക്കാൾ സ്ട്രോങ് ആയിരിക്കുകയും വേണമെന്ന്. പക്ഷെ ഇവിടെ ഞാൻ 100 കൊടുത്തു കഴിഞ്ഞു. ഐ ഡോണ്ട് ഹാവ് എനി ബാലൻസ്. എനിക്ക് ബാലൻസ് ഇല്ല. ഞാൻ 100 കൊടുത്തു കഴിഞ്ഞു. ബട്ട് ഞാൻ കരയില്ല എന്നുള്ള ഒരു ശബ്ദം ഞാൻ എടുത്തു. കാരണം അത്രത്തോളം അലറി നിലവിളിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞു. അതെല്ലാം ഞാൻ മൂടി ഒരു ബുക്ക് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ അതെടുത്ത് മറിച്ച് നോക്കും. അല്ല, നല്ല ഓർമ്മകളല്ല, നല്ല ഓർമ്മകളുണ്ട്. നല്ല ഓർമ്മകളുണ്ട്. നല്ല ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം ആ ഒരു സൗഹൃദത്തിനിടയിൽ എപ്പോഴെങ്കിലും ഞാൻ ഹാപ്പി ആയിട്ടുണ്ടല്ലോ, ഇല്ലേ? അത് മാത്രം ഓർക്കും അല്ലേ? നല്ല മൂമെന്റ്സുകൾ എനിക്ക് തന്നിട്ടുണ്ട്, ഒരുപാട് നല്ല മൂമെന്റ്സുകൾ തന്നിട്ടുണ്ട്. ഇവനിപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചാടുന്ന ചില ദിവസങ്ങൾ, രാത്രിയിൽ 12 മണിക്ക് ഞാൻ മതിൽ ചാടി പോവുക, പോയി ചായ കുടിക്കുക, തിരിച്ചു വരിക. ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അവിടെ വേറെ ഒന്നുമില്ല. അവിടെ നല്ലൊരു ബോണ്ടിങ് ആണ്. ആ ബോണ്ടിങ് ഒക്കെ ഞാൻ ഓർക്കും. അങ്ങനെ ആയിരുന്നല്ലോ ചില യാത്രകളിൽ ഞങ്ങൾ സംസാരിച്ച സബ്ജക്റ്റുകൾ, ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഷെയർ ചെയ്ത കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ എന്നെ മിസ് ചെയ്യുന്നു പറയുന്ന ഒരു മെസ്സേജ്, ഇതെല്ലാം നല്ല മെമ്മറബിൾ അല്ലേ? അതൊക്കെ ഞാൻ എടുത്ത് നോക്കും. കാരണം ഇങ്ങനെയേ എനിക്ക് ഉണ്ടായിരുന്നു ഈ സൗഹൃദത്തിൽ. ദുഃഖം മാത്രമല്ല. താങ്ക് യു സോ മച്ച്. അപ്പം ഞാനത് ഓർക്കും. പക്ഷെ ഇത്ര അധികം എന്നോട് പറഞ്ഞു 100% ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് സ്നേഹിച്ചു എന്ന്. അപ്പം തീർച്ചയായിട്ടും എന്തുകൊണ്ട് അത്രയും നമ്മൾ തന്നെ അറിയാതെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിൽ എത്ര അലറി വിളിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മളൊന്ന് ഡൗൺ ആവുക, ഡിപ്രഷനിലേക്ക് പോവുക, സ്വാഭാവികമല്ലേ അത്? അപ്പൊ ആരെ രഞ്ജുമ്മയുടെ കൂടെ അങ്ങനെ പോവാതെ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്ന് ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല രഞ്ജുമ്മ. ഇല്ല, എന്താണെന്നറിയാമോ, ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ അക്കാഡമി സ്റ്റുഡൻസ് ആണ്. കാരണം എനിക്ക് അവരിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ പതുക്കെ ഇതിനെ മറക്കാൻ ശ്രമിക്കുമായിരുന്നു. പെട്ടെന്ന് പറ്റിയെന്ന് പറഞ്ഞു ഞാൻ ദൈവത്തോട് നന്ദി പറയാം, എനിക്ക് ഇങ്ങനെയെങ്കിലും ഒരു സ്കില്ല് തന്നതുകൊണ്ട്. അതർവൈസ് ഞാനൊരു സാധാരണ സ്ത്രീയെ പോലെ വീട്ടിലിരുന്ന് കുക്കിങ്ങും ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ ഫാനിൽ കുടുക്കിടുമായിരുന്നു. ഞാൻ അവിടം വരെ എത്തിയായിരുന്നു.
സീരിയസ്ലി ഞാൻ അവിടം വരെ എത്തി, കുടുക്ക് വരെ ഇട്ടു. ബട്ട് അത്രത്തോളം എനിക്ക് മെന്റലി ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അവിടം വരെ എത്തി. പക്ഷെ അദൃശ്യമായിട്ട് ഏതോ ഒരു ശക്തി എന്നെ എന്താ പറയാ പിടിച്ചു വലിക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്നെ ചുറ്റിപ്പറ്റി എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ട്. അതിൽ വിശ്വസിക്കുന്നു സത്യമായിട്ടും രമ്യ. ഞാനത് ഒരു വലിയൊരു എന്താ അതിന് പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ എന്നെ പൊക്കി പറയുന്നതാണോ അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കില്ല. എനിക്കറിയാം എന്നെ ചുറ്റിപ്പറ്റി പോകുന്നിടത്തെല്ലാം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഏതോ ഒരു ശക്തി എൻ്റെ പുറകെ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് മുട്ടാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത്, എവിടെയെങ്കിലും കാല് തട്ടാൻ പോകുന്ന സമയത്ത് ഇവിടെ നിന്നെല്ലാം എന്നെ പിടിച്ചിങ്ങനെ പുറകിലേക്ക് വലിക്കുന്നുണ്ട്. വിശ്വാസിയാണല്ലേ? അതെ, ഞാൻ വിശ്വാസിയാണ്. അതുകൊണ്ടാണ് അത് ഫീൽ ചെയ്യണത്. ഒരു വിശ്വാസിക്കാണ് ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു ലെയർ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നെ ചുറ്റിപ്പറ്റി അതുണ്ട്, ആ ശക്തി എന്നോടൊപ്പം തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാൻ ബാക്ക് ടു മൈ ലൈഫ് ഇപ്പൊ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ എന്താ പറയാ, ദൈവത്തോട് നന്ദി പറയാ. ഒന്നുമല്ലാതിരുന്ന് ഒരു മെയിൽ ബോഡിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആഫ്റ്റർ ലോങ് ടൈമിൽ ഒരു നല്ല സൗഹൃദത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരാൾ രമ്യ, അയാളുടെ മുമ്പിൽ വന്നൊരു ഇൻ്റർവ്യൂ ചെയ്യാനിരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അല്ലേ? അത് എന്നെ സംബന്ധിച്ചത് വലിയ കാര്യം തന്നെയാണ്. രമ്യ ആരായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലേ? ആ സമയത്ത് രമ്യയുടെ വാല്യൂ എന്താണെന്നും രമ്യയുടെ പൊസിഷൻ എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഞാൻ കയ്യിൽ ചായം പൂശാൻ നടക്കുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാത്രം. ഇന്ന് ഞാനൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നത് കൊണ്ട് എന്നെ ഇവിടെ വിളിച്ചൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ ഇവിടെ നമ്മൾ തമ്മിൽ ഇരിക്കുന്നു ഇല്ലേ? അപ്പൊ ഇതൊരു വലിയ മൊമെന്റ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. താങ്ക്സ് ടു ഗോഡ്. തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിപ്പോ നമ്മളെല്ലാം തുറന്ന് സംസാരിക്കുമ്പോൾ പറയാലോ, ഞാൻ രഞ്ജു ചേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്റെ കൂടെ എപ്പോഴും നമ്മൾ എത്ര തമാശകളാ പറഞ്ഞ് ചിരിച്ച് എത്രയോ ദിവസങ്ങളാണ്. എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം, നമ്മൾ ഡാൻസിന്റെ കോമ്പറ്റീഷൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ നമ്പർ അടുത്ത് വരുവാണ്, ഞാൻ ഉടനെ സംഘാടക സമിതി ചെന്നിട്ട് ഞാൻ പറയും, ഇതൊക്കെ പറയാൻ പാടുണ്ടോന്ന് അറിയത്തില്ല, ഞാൻ പറയും നമ്മുടെ ഗ്രൂപ്പിൽ ഒരു കുട്ടിക്ക് പീരീഡ്സ് ആയി, അപ്പൊ കുറച്ച് സമയം നീട്ടി തരണം, നമുക്കൊന്ന് ലാസ്റ്റ് ആക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ലോട്ട് ഞാൻ ലാസ്റ്റ് ആക്കിച്ചിട്ടുണ്ട്. അത് ഉണ്ണിമായിക്കൊക്കെ അറിയാം. ഞാൻ ചെന്നിട്ട് എങ്ങനെയെങ്കിലും തപ്പി, കാരണം മറ്റുള്ള പെർഫോമൻസുകൾ നമുക്ക് കാണണമല്ലോ. അതിനെക്കാട്ടിലും മികച്ച പെർഫോമൻസ് എന്നിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് നമ്മൾ ഗൂമറൊക്കെ കളിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ ബോയ്സ് ഇങ്ങനെ വായി നോക്കി നിൽക്കുമല്ലോ. സെന്റ് ട്രീസസ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴകിന്റെ റാണിമാരെന്നല്ലേ. പഠിത്തം അവിടെ സെക്കൻഡറി ആണ്, സുന്ദരികളുടെ ലോകം എന്നാണ് സെന്റ് ട്രീസസിനെ അറിയുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളതാണ്. യുനോ, ഞാൻ അതൊക്കെ ഫീൽ ചെയ്തത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഗൂമറിന്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ബോയ്സ്, മഹാരാജാസിലെയും തേവരിലെ ബോയ്സ് ഒക്കെ ഇങ്ങനെ ഇറ്റ് നോക്കുന്ന പോലെ നോക്കുമ്പോൾ ഞാനും അത് ആസ്വദിച്ചിട്ടുണ്ട്. ഫീമെയിൽ, ഞാനും അതിൻ്റെ പാർട്ടാണെന്നാണ്. ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങോ ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങളോ ഒന്നും ചിന്തിക്കുന്നില്ല. ഇൻക്ലൂഡിങ് നീ എന്നെ നോക്കുന്നുണ്ടെന്നാണ് ഞാനും വിചാരിക്കുന്നത്. എനിക്കറിയാം ആ രഞ്ജു ചേട്ടൻ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് നിന്നുമുള്ള പിന്നീട് വന്ന ആ ഒരു ചേഞ്ചസും ആ ഒരു കാര്യങ്ങളും രഞ്ജോമയിലേക്കുള്ള യാത്രയും അതൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂകളിൽ പറഞ്ഞു കഴിഞ്ഞു രഞ്ജോമ. പക്ഷേ എനിക്ക് നന്നായിട്ട് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രഗിൾ അത് എത്ര സ്ട്രോങ് ആയിട്ടാണ് ആ ഒരു സ്റ്റേജും ആ ഒരു ഫേസിനെയും എത്ര ബോൾഡായിട്ടാണ് അത് നേടിയെടുത്തത്, അത് ഫേസ് ചെയ്തതെന്ന് പറയണത് ശരിക്കും റിയലി വെരി സ്ട്രോങ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് രഞ്ജോമ. അങ്ങനെ മനസ്സിനെ അത്രയും സ്ട്രോങ് ആക്കുന്ന ഒരാൾ ഇത് പറഞ്ഞ പോലെ ഒരു സ്നേഹത്തിന്റെ മുമ്പില് ഫാനില് കഴുത്തില് എന്താ പറയാ തുണി ഇട്ട് അങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എങ്ങനെ അങ്ങനെ ഒരു വീക്ക് പോയിന്റിലും ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്ത്രീ ആകാൻ വേണ്ടിയിട്ട് അത്രയും ത്യജിച്ച് വന്ന ഒരാളാണ്. ഇവനിപ്പോ എൻ്റെ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഇതെല്ലാം ഞാൻ പറിച്ചു നട്ട് എങ്ങോട്ടെങ്കിലും ഓടുകയായിരുന്നു. ഈ ഓട്ടത്തിനിടയിൽ എനിക്ക് വന്നു കിട്ടിയ
എന്തോ ഒരു കച്ചിത്തുരുമ്പാണ് മേക്കപ്പ് എന്ന് പറയുന്ന ലോകം. ഞാൻ മേക്കപ്പിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. എന്താണ് മേക്കപ്പ് എന്ന്, എന്താണ് പ്രോഡക്റ്റ് എന്ന് എനിക്ക് അതിൻ്റെ ഒരു നോളജും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വരുന്നതും നിങ്ങളെ പോലുള്ള സുന്ദരികളായിട്ടുള്ള ആൾക്കാരെ ഞാൻ മേക്കപ്പ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, എന്തോ ഒരു അദൃശ്യ ശക്തി എന്നെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു ഇതെല്ലാം. എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാക്ക് ടു മൈ സർജറിയിലേക്ക് വരുമ്പോൾ ഇറ്റ് വാസ് വെരി മച്ച് ഡിഫിക്കൽട്ട്, ഡേഞ്ചറസ്. ശരിക്കും ഞാൻ ചെയ്ത സർജറി എനിക്കൊരു 20% വിജയസാധ്യതയുള്ളൊരു സർജറിയാണ് ഞാൻ ചെയ്തത്. അത്ര റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോഹമായിരുന്നു ബിക്കമിങ് ആം എ വുമൺ, ദ പെർഫെക്റ്റ് വുമൺ. ദ പെർഫെക്റ്റ് വുമണിനെ നമുക്ക് ലോകത്ത് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ആസ് എ പേഴ്സൺ ദാറ്റ്സ് മൈ ചോയ്സ് ഓൺലി. ആം എ പെർഫെക്റ്റ് വുമൺ. ഇപ്പോൾ കാഴ്ച ആൾക്കാർക്ക് പെർഫെക്റ്റ് വുമണിനെ കാണാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ എന്നെ സെൽഫായിട്ട് ഞാൻ പറയുന്നത് ഞാനൊരു പെർഫെക്റ്റ് വുമൺ എന്ന് തന്നെയാണ്. ട്രാൻസ് വുമണോ അല്ലെങ്കിൽ മറ്റെന്ത് പേരിലോ നിങ്ങൾ വിളിച്ചോളൂ, ഞാൻ ആസ് എ പേഴ്സൺ എന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ എടുത്ത ആ ഒരു റിസ്കി ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സർജറി ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നിലക്കണ്ണാടിയിൽ നോക്കുമ്പോൾ, പണ്ടൊക്കെ ഞാൻ കുളിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തിരുന്ന ഞാൻ പിന്നീട് ഞാൻ ആസ്വദിച്ച് കുളിക്കാൻ തുടങ്ങി. ബിക്കോസ് ഞാനൊരു സ്ത്രീയായി നിൽക്കുന്നു എന്നുള്ള ആ പ്രതിബിംബത്തെ കാണുമ്പോൾ കൂടുതൽ 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 എന്നെ ലവ് ചെയ്യാൻ തുടങ്ങി. എന്നെ കൂടുതൽ ഞാൻ ലവ് ചെയ്യുകയാണ്. ഓ മൈ ഗോഡ്, ഇത് ആ രഞ്ജു ആണോ നീ? നിൻ്റെ ബോഡി ഷേപ്പ് എന്താ? നിൻ്റെ കണ്ണ് മാറി, നിൻ്റെ നോസ് മാറി, നിൻ്റെ ഐബ്രോസ് മാറി, നിൻ്റെ ലിപ്പ് മാറി, എല്ലാം മാറി. ഐ ഡിഡ് എനി ബ്യൂട്ടി സർജറി ഇൻ മൈ ഫേസ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതിങ്ങനെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നാണ് എനിക്കൊരു നല്ലൊരു ബോണ്ടിങ് സൗഹൃദം വരുന്നത്. ഞാൻ ബേർഡ് ആകാൻ ശ്രമിക്കില്ലേ? തീർച്ചയായിട്ടും ഞാൻ ബേർഡ് ആകാൻ ശ്രമിക്കും. ബിക്കോസ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവർക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ കിട്ടുന്ന ഒരിടം വലിയ ആശ്വാസമാണ്. ശരിക്കും അല്ലേ? ശരിക്കും അവള് സ്വപ്നം കാണുന്നത് ഒരു വിവാഹമാണോ അല്ലെങ്കിൽ ഒരു കുടുംബജീവിതമാണോ, ഡസൻറ്റ് മാറ്റർ. ഒരു പ്രൊട്ടക്ഷൻ, ഒരു സുഹൃത്ത് എനിക്കുണ്ട്, ആ സുഹൃത്ത് എനിക്കുണ്ട് എന്ന് ഉള്ള 100% വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്കൊരു അടി കൂടം കൊണ്ട് പുറകിൽ നിന്ന് കൊണ്ടാൽ എന്ത് സംഭവിക്കും അല്ലേ? എന്നെ സംബന്ധിച്ച് എൻ്റെ ബോഡിയിൽ ഒന്നുമില്ല. എൻ്റെ ബോണെല്ലാം ഉരുകിപ്പോയി, ഭയങ്കര ബളബളബളാന്നായി. കാരണം അത്രത്തോളം ഞാൻ ഹോർമോൺ എടുത്തെടുത്ത് എൻ്റെ ബോഡിനൊന്നും ബലമില്ലാണ്ടായി. അപ്പം അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് പോകുന്നവരടുത്ത് ഒരു സൗഹൃദം നമുക്ക് നല്ല രീതിയിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം തകർത്തെറിയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി ഒരു പെണ്ണ് ചെയ്യുന്ന കാര്യങ്ങളെ ഞാനും ചെയ്യാൻ ശ്രമിച്ചുള്ളൂ. ബട്ട് ഞാൻ പറഞ്ഞതുപോലെ ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ അവിടുന്ന് വലിച്ച് താഴെ ഇട്ടു. നോ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഭൂമിയിൽ. നിന്നെ സൃഷ്ടിച്ച് വിട്ടിരിക്കുന്നത് ഈ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാനാണ്. നീ ധീരയായി തിരിച്ചു വരാനാണ് ഞാൻ നിന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത്. ഇതിനിടയിൽ നിനക്ക് സംഭവിച്ചതെല്ലാം അത് നിനക്ക് തന്നിരിക്കുന്നൊരു പാഠമായിട്ട് നീ കാണൂ എന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി. യെസ്, എനിക്ക് ഇനിയും ചെയ്യാൻ കുറേ ഉണ്ട്. സ്കിന്നിനെ കുറിച്ചോ ഹെയറിനെ കുറിച്ചോ മേക്കപ്പിനെ കുറിച്ചോ ഒന്നും അറിയാത്ത എനിക്കിന്ന് സ്കിൻ അനാട്ടമി പച്ചവെള്ളം പോലെ ഒരു ഡോക്ടർ പറയുന്നത് പോലെ പറയാനറിയാം, പഠിപ്പിച്ചു കൊടുക്കാനറിയാം. ഒരു ഡിഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് കറക്റ്റായിട്ട് ഇതുകൊണ്ടാണ് ഈ മേക്കപ്പിൽ ഈ ഡിഫക്റ്റ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. ഒരു ഫേസിൻ്റെ ആംഗിൾ ഏതൊക്കെ തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് കഴിയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ സ്ട്രഗിൾ ചെയ്ത് പഠിച്ച കാര്യങ്ങളല്ലേ. ഇതൊരു നിമിഷത്തേക്ക് ഒരു മുഴം കയറി കളയേണ്ടതല്ല എന്ന് എനിക്ക് സ്വയം തോന്നി. അതായിരിക്കാം എന്നെ ബാക്കിലേക്ക് കൊണ്ടുവന്നത്. കുറേ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം വെള്ളത്തിലേക്ക് ഒഴിച്ച് കളയുന്ന, കാണാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ ചെയ്തതൊക്കെ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ചിഹ്നം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ചെയ്ത്? നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു? നിങ്ങൾ എനിക്ക് എന്ത് ചെയ്ത് എന്ന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ എൻ്റെ തലയിലൂടെ ഇങ്ങനെ വരിക, എൻ്റെ കാതിലൂടെ കേട്ട് എൻ്റെ ബ്രെയിനിന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡാമേജ് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഗോ ടു ദുബായ്, എൻജോയ് മൈ ലൈഫ്. ഞാൻ അവിടെ പോയിട്ട് ക്ലബ്ബുകളിൽ പോയി ബാർ ഡാൻസ് കാണാനോ അല്ലെങ്കിൽ ഡ്രിങ്ക് അടിക്കാനോ ഉള്ള ആ എൻജോയ്മെൻ്റ് അല്ല. ദുബായിയുടെ ഒരു ഗ്ലാമറും എന്നെ പിടിച്ചു വലിച്ചിട്ടില്ല, ഒരു ഗ്ലാമറും. ദുബായിൽ ഞാൻ ബുർജ് ഖലീഫയിൽ ഇത്രയും വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം പോയിട്ടുള്ളത്.
എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ദുബായ് മാളിൽ പോവുക, മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങിക്കുക, ഷോപ്പിൽ വരിക, കസ്റ്റമേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യുക, തിരിച്ച് വീട്ടിൽ വരിക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. ഈ 3 ട്രയാങ്കിളിൽ കിടന്ന് കളിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ ഒരു ക്ലബ്ബിൽ പോയിട്ട് ബാർ ഡാൻസ് കാണാനോ അങ്ങനെയുള്ളതിനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എപ്പോഴെങ്കിലും എൻ്റെ ഫ്രണ്ട് ഗീതി, ഞാൻ പറഞ്ഞില്ല എനിക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഗീതി. അവൾ എൻ്റെ കൂടെ ആ ഒരു അത്ര വലിയ വർഷങ്ങളോളം ബന്ധങ്ങളൊന്നുമില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാനൊന്ന് സങ്കടപ്പെട്ട് ഇരിക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡിൽ അവളെ കോള് വരും. അതെന്ത് മിറക്കിളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തിരുവനന്തപുരത്ത് റോഷ്നി, അവളുടെ കോള് വരും. ലിജ, അവളുടെ കോള് വരും. മീര ജാസ്മിൻ്റെ ചേച്ചി, ജെനി ചേച്ചി, എന്ത് പറ്റി രഞ്ജുമ, എന്ത് പറ്റിയടി എന്ന് ചോദിച്ചും കൊണ്ടൊരു മെസ്സേജ്. റോമ, മഞ്ജു ചേച്ചി, അങ്ങനെ ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ ചുറ്റിപ്പറ്റിയുണ്ട്. നമ്മളൊന്ന് സങ്കടപ്പെട്ടാൽ പോട്ടെ, സാരമില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ ആ ബോണ്ടിങ് ആയിട്ടുള്ള സൗഹൃദത്തെ സാരമില്ല, എല്ലാം ശരിയാവും. എനിക്ക് ഏറ്റവും വലിയൊരു അഗാധമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുതലാണ് ഇറ്റ്സ് നോട്ട് എ റിയൽ ലവ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എനിക്ക് എൻ്റെ ഒരു സങ്കടങ്ങളും എനിക്കുണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റുകളും ഞാൻ പറഞ്ഞ് കരയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളൊരു ഹ്യൂമാനിറ്റി ആയിട്ടുള്ള ഒരാളാണെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളൊരു ആശ്വാസവാക്ക് നമ്മളോട് പറയില്ലേ? അതെ, പറയില്ലേ? സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇപ്പം രക്ഷപ്പെട്ടില്ലേ. ഇങ്ങനൊരു വാക്ക് എനിക്ക് കിട്ടിയില്ല. ഐ ഷോക്ക്. ഓ മൈ ഗോഡ്, 1.5 മണിക്കൂറോളം ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഞാനിങ്ങനെ എസ്സേ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കഥ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇതിനിടയിൽ കരയുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഏങ്ങി എൻ്റെ സൗണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വെരി കൂളായിട്ട് ഇരിക്കുന്നു. നോ ഫീലിംഗ്, നോ ഫീലിംഗ്. ഐ എക്സ്പെക്റ്റഡ് ഫ്രം ഹിം സംതിങ്. എന്തിനാ സങ്കടപ്പെടുന്ന? ഇപ്പം നിങ്ങൾ ആരാ? ഇതൊക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക് എന്നൊരു വാക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയില്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? അതില്ലാതെ വന്ന ആ ഒരു സമയത്ത് ഞാൻ ഫീൽ ചെയ്ത് ദിസ് ഇസ് നോട്ട് റിയൽ ലവ്, സംതിങ് ഹി വാണ്ട് ഫ്രം മീ, മൈ സൈഡ്. യെസ്, അതായിരുന്നു റിയാലിറ്റി. അതൊരു മനുഷ്യനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും, നമ്മളത് പറയുമ്പോൾ പോലും ഒരു റിയാക്ഷൻ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കെ. സോറി. അല്ല, ഒരു മൃഗത്തിന് പോലും തോന്നും ആ സമയത്ത്, നമ്മൾ വളർത്തുന്ന ഒരു മൃഗത്തിന് പോലും. ഇവനിപ്പോൾ എൻ്റെ കൂസി, ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പതുങ്ങിക്കിടക്കും, ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും, യുനോ. അപ്പോൾ നമുക്കല്ലേ മാറി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർക്കല്ലേ കഴിയുന്നത്. ആ ഒരു മനുഷ്യർക്ക് പോലും അങ്ങനെ തോന്നിയില്ല എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് എൻ്റെ ആ ഒരു മൂഡൊന്ന് മാറ്റാനോ പറ്റാത്ത ഒരു സൗഹൃദത്തെ ഹൗ കൺ ബിലീവ്? എനിക്കറിയില്ല, എനിക്കത് ബിലീവ് ചെയ്യാൻ കഴിയുന്നില്ല. അത് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ അതിങ്ങനെ തെകിട്ടി വരും ചില സന്ദർഭങ്ങൾ. ചില സന്ദർഭങ്ങളിൽ എൻ്റെ വണ്ടി കൈവിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എനിക്കിതിങ്ങനെ ഓർമ്മയിൽ വരും, കൈവിട്ട് പോകുന്നത് പോലെ തോന്നും. ഞാൻ പിടിക്കും, എന്നെ തിരിച്ച് പിടിക്കും. രഞ്ജു, ഞാൻ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി, രഞ്ജു തിരിച്ച് നോ, ഞാൻ കൂളാവും, ഒരു പാട്ടൊക്കെ പാടി പോകും. പക്ഷേ വീണ്ടും ഒരു 5-10 കിലോമീറ്റർ പോകുമ്പോൾ ഞാൻ വീണ്ടും ഇത് ഓർക്കും. അപ്പോഴും എൻ്റെ കൈവിട്ട് വണ്ടി പോകും. അപ്പം ഞാൻ അതിലേക്ക് ഈശ്വര, എന്നാലും ഒരു മനുഷ്യന് എങ്ങനെ കഴിയുന്നു എന്നുള്ളത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് നോ ലവ്. ഞാൻ ആരെയും ട്രസ്റ്റ് ചെയ്യില്ല, സീരിയസ്ലി. ഇപ്പം എനിക്കൊരു സങ്കടം വന്നാൽ, ഇപ്പം
ഹരണി വിളിച്ച് പറയും അമ്മ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഹണി വിളിച്ച് ചോദിക്കും, ദയ വിളിച്ച് ചോദിക്കും. ഓരോരുത്തരും ഓരോ കുട്ടികളും എന്നെ വിളിച്ച് ചോദിക്കും. അപ്പം എന്നാൽ പോലും നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ അവരോട് പറയുന്നതിന് പരിമിതിയുണ്ട്, എൻ്റെ അമ്മയോട് പറയുന്നതിന് പരിമിതിയുണ്ട്, എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നതിന് പരിമിതിയുണ്ട് അല്ലേ. അപ്പം കാഴ്ചക്കാർക്ക് എന്താ, ഓ അവള് ഭയങ്കര ഇതാണ്, പാർലറുണ്ട്, അക്കാഡമി ഉണ്ട്, വലിയ വലിയ കാറുകളുണ്ട്, ജോലിക്കാരുണ്ട്, വലിയ വീടുണ്ട്, അതാണ് ഇതാണ്. പക്ഷെ നമുക്കൊരു മനസ്സുണ്ട് അല്ലേ. ആ മനസ്സ് കാണാതെ പോകുന്നത് ഒരു വലിയൊരു തിരിച്ചടിയാണ്. ആ തിരിച്ചടി ഞാൻ ഫേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ ലൈഫ് എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വിളിച്ചാൽ പോകാൻ റെഡിയാണ്. എല്ലാം ഞാൻ ആസ്വദിച്ച് കഴിഞ്ഞു. ഇവൻ ദുബായിലത്തെ ഏറ്റവും വലിയ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ദുബായ് ബുർജ് ഖലീഫയിൽ കല്യാണ മേക്കപ്പിന് പോയി. ബുർജ് ഖലീഫയിൽ വെച്ച് നടന്ന കല്യാണത്തിന് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും കല്യാണ മേക്കപ്പ് ചെയ്യാൻ പോകുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നോടൊപ്പം ഉള്ളവരെയൊക്കെ ഞാൻ മാക്സിമം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. നാളെ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു. ആരെയും ഞാൻ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞില്ല. കുപ്പത്തൊട്ടിയിൽ നിന്ന് ഞാൻ വലിച്ചെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ കുപ്പത്തൊട്ടിയിൽ നിന്ന് വലിച്ചെടുത്തവരെല്ലാവരും തന്നെ വിജയിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ എനിക്കിനി ഒന്നുമില്ല. ഞാൻ തന്നെ നേരിട്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ രഞ്ജു അമ്മ സപ്പോർട്ട് ചെയ്ത് നിന്ന രഞ്ജു അമ്മ അവരെ ഇന്ന് കാണുന്ന അവരിലേക്ക് ഇന്ന് അവർ നല്ലൊരു തൊഴിൽ ചെയ്ത് മാസം നല്ലൊരു വരുമാനം എടുത്ത് അവർ ജീവിക്കുന്നുണ്ട്. അവരെ ആ ഒരു സ്റ്റേജിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് രഞ്ജു അമ്മയാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞതാ, രഞ്ജു അമ്മ എന്ന് പറയുന്നത് എനിക്ക് അമ്മ മാത്രമല്ല, അവർക്ക് അതിന് മേലെയാണ് എനിക്ക് ശരിക്കും ദൈവമാണ്. എന്നോട് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരാൾ എൻ്റെ അടുത്ത് പറയുക, എനിക്ക് അതിലും മേലെയാണ്. ഞാൻ പറഞ്ഞു എനിക്കും നല്ല പരിചയമാണ്, എനിക്ക് പക്ഷെ അങ്ങനെ ഒന്നുമല്ല, എൻ്റെ അമ്മയോ അല്ല, അതിലും മേലെ എന്താണോ അതിനെ പറയുക, ശരിക്കും ദൈവമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന്. അങ്ങനെ ഒരാളിൽ നിന്നല്ല, എത്ര പേരിൽ നിന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ സൂര്യാമ്മയുടെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അന്ന് സൂര്യാമ്മയും ഇത് തന്നെ സംസാരിക്കുമായിരുന്നു. ഞങ്ങളുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഇത്ര ഫൈറ്റ് ചെയ്ത് നിന്ന ഒരാളാണ്. ഞങ്ങളിലെ പലർക്കും നമുക്കിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നതും സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്നതും ഇതിനൊക്കെ ഞങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ പില്ലറായിട്ട് നിന്ന ഒരാളാണ് രഞ്ജു അമ്മ എന്നുള്ളത്. അപ്പം എനിക്ക് തന്നെ അറിയാം എത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. ഞാൻ അതിന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരാളല്ല, അത് കഴിഞ്ഞു. അത് എനിക്ക് എപ്പോഴോ ചിലപ്പം ഞാൻ പറയട്ടില്ലേ, നമ്മുടെ വീട്ടില് എന്താ പറയാ മുറ്റം അടിച്ചു വാരാൻ വരുന്ന ചില ചേച്ചിമാരുടെ വാക്കിന് പോലും നമ്മൾ വില കൽപ്പിക്കണം. അവിടെ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ പാഠങ്ങളുണ്ട്. നമുക്ക് പഠിക്കാൻ പാഠങ്ങളുണ്ട്. ചിലപ്പോൾ ദൈവം തമ്പുരാൻ ഞാൻ പഠിക്കാൻ മറന്നുപോയ ചില പാഠങ്ങൾ പഠിക്കാനായിട്ട് എനിക്ക് വേണ്ടി ഒരു ദൂതനെ അയച്ചത്. സത്യം, ഇത് നീ പഠിക്കേണ്ട പാഠം, ഈ ചാപ്റ്റർ ഇപ്പോഴാണ് നീ പഠിക്കേണ്ടത്, അത് നിന്നെ പഠിപ്പിക്കാനായിട്ട് ഞാനൊരു ദൂതനെ അയക്കുന്നു, അത് നീ പഠിക്കുക. യെസ്, ഞാൻ പഠിച്ചു, പാസ്സായി, എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ അമ്മയുടെ സ്ഥാനത്ത് കാണുമ്പോൾ ഒരാളുടെ അല്ല, എത്രയോ കണക്കിന് ആൾക്കാരുടെ അമ്മയായിട്ടാണ് അവർ വിളിക്കുന്നത്. അതിലൊരു വല്ലാത്തൊരു അഭിമാനവും ഒരു വല്ലാത്തൊരു സന്തോഷമല്ലേ കിട്ടുന്നത്. സ്നേഹത്തോടെ രഞ്ജു ഇവനിപ്പോൾ എല്ലാവരും അമ്മ 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 എന്ന് വിളിക്കുന്നെങ്കിലും പിള്ളേർക്ക് മറ്റുള്ളവർ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. കുട്ടികൾക്കോ? ഇപ്പം സൂര്യക്കാണെന്നുണ്ടെങ്കിലും ഹരിണിക്കാണെന്നുണ്ടെങ്കിലും ദയക്കാണെങ്കിലും ഹണിക്കാണെങ്കിലും ആർക്കും മറ്റുള്ളവർ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. അവരുടെ അമ്മയാണ്, സ്വാർത്ഥത കൊണ്ട് എന്നെ സ്നേഹിക്കുന്ന മക്കളാണ് അവർ. ഇവനിപ്പം ഹരിണിയാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും അമ്മ എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് മര്യാദയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അമ്മയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു ഇതാണ്, സ്വാർത്ഥമായ. പക്ഷെ ഞാൻ ഇതെല്ലാം ചില സന്ദർഭങ്ങളിൽ മറന്നുപോയി. സീരിയസ്ലി ഞാൻ മറന്നൊന്നല്ല, ഞാൻ അതിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല. എൻ്റെ മക്കളാണെങ്കിലോ ഓൾവേസ് ദേ ആർ വിത്ത് മീ. അപ്പം നമുക്കത് അറിയാം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു സൗഹൃദത്തിലേക്ക് പോയപ്പോൾ ബാക്കിയെല്ലാം ഞാനൊന്ന് മറന്നു.
അതാ ഞാൻ പറഞ്ഞത്, ദൈവം തമ്പുരാൻ എന്നെ പഠിപ്പിക്കാൻ വിട്ട ദൂതനായിരുന്നു ആ സൗഹൃദം. അത് ഞാൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ അമ്മയേക്കാൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ എന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച ആ അമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഞാൻ 1% കൂടി അയാൾക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ എൻ്റെ സ്നേഹം എത്രത്തോളം, അല്ലെങ്കിൽ ഞാൻ കൊടുത്ത പരിഗണന, അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊണ്ട രീതി, ഞാൻ കൊടുത്ത റെസ്പെക്റ്റ്, എൻ്റെ സമയം എല്ലാം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കും. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അവർ പോയി നമുക്കത് ട്രൂ ലവ് അല്ല എന്ന് മനസ്സിലായി. അവർ പോയി നമ്മുടെ ലൈഫിൽ നിന്ന് ആ ചാപ്റ്റർ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം രഞ്ജിയമ്മ നേടിയെടുത്തത് വെച്ച് നോക്കുമ്പോൾ അവരൊരു പക്ഷേ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നിപ്പോൾ പറയുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ബാലൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പോട്ടെ, ഞാൻ എൻ്റെ ഈ ലൈഫ്, ഇപ്പത്തെ എൻ്റെ ലൈഫാണ് അതിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഉള്ളത്. അതെ, സത്യം. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഇഷ്ടപ്പെട്ട ഇടത്തേക്ക് പോകുന്നു, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നു, ഞാൻ ആരെ ആശ്രയിക്കുന്നില്ല. ഒരു ഫുൾ ഫ്രീഡം ഞാൻ ആസ്വദിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഡസൻ മാറ്റർ. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ദുബായിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ലോകം തന്നെ എന്നെ കാത്തിരിക്കുക, മനസ്സിലായല്ലേ? അപ്പോൾ അത്രയും ഒരു ഫ്രീഡം കിട്ടുന്നൊരു ലോകം എന്നെ കാത്തിരിക്കുമ്പോൾ ഈ നീർക്കുമിളയായിട്ട് വന്ന എൻ്റെ ജീവിതത്തിൽ ഒരു പോറലേൽപ്പിച്ച ആ ഒരു നിരാശ, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി, ഇതെല്ലാം എനിക്ക് തുടച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. അതിന് സമയമെടുക്കും. അപ്പം അതൊക്കെ സമയമെടുത്ത് ഞാൻ അതിനെ പോളിഷ് ചെയ്ത് ഒരു വജ്രം പോലെ ഞാൻ എന്നെ തിളക്കിയെടുക്കും. ഇനിയും എല്ലാവരുടെയും ലൈഫിലുണ്ടല്ലേ ദൈവം നമുക്ക് എല്ലാവർക്കും സന്തോഷങ്ങൾ തരുന്നതോടൊപ്പം തന്നെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന എനിക്ക് ആരോഗ്യവും ആയുസ്സും നീട്ടിത്തരട്ടെ. ദൈവം തമ്പുരാൻ ഏതെങ്കിലും സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ എനിക്ക് ആ സമയം കുറച്ചും കൂടി നീട്ടിത്തരുമോ എന്ന് ചോദിക്കാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതർവൈസ് എപ്പോൾ എന്നെ വിളിച്ചാലും ഐ ആം റെഡി, ഞാൻ വരാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, നോ പ്രോബ്ലം. ഒരു സീലടിക്കുക, ഞാൻ പറന്നു വരും. അങ്ങനെയൊന്നുമല്ല, കാരണം രഞ്ജുമ്മേനെ റോൾ മോഡലായിട്ട് കണ്ടുകൊണ്ട് ലൈഫ് നമുക്കും ജീവിക്കണം ഈ ഒരു സമൂഹത്തിൽ, നമുക്കതിന് അവകാശമുണ്ട് എന്ന് സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. 1-2 പേരല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. അവരുടെ ശക്തിയാണ് രഞ്ജുമ്മ എന്ന് പറയുന്നത്. അവരുടെ റോൾ മോഡലായിട്ട് അവർ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് ദൈവമേ ഞാൻ വരുന്നു എന്നല്ല, എനിക്ക് ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. രഞ്ജുമ്മ ഒന്ന് തളർന്നിരുന്നാൽ 100% നമ്മുടെ പുറകിൽ നിൽക്കുന്ന അവരും തളരില്ലേ? തളരും, തീർച്ചയായിട്ടും, സത്യം. കാരണം എനിക്കൊരുപാട് എന്നെ കാത്തിരിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെക്കാൾ ഉപരി എൻ്റെ വരവും ഞാൻ കൊടുക്കുന്നതും ആ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. അപ്പം അവിടെ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ സഹോദരി മരിച്ചുപോയി, സഹോദരിയുടെ കുടുംബമുണ്ട്, സഹോദരൻ മരിച്ചുപോയി, സഹോദരൻ്റെ കുടുംബമുണ്ട്, മറ്റൊരു സഹോദരനുണ്ട്, ആ സഹോദരൻ്റെ കുടുംബമുണ്ട്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് കുടുംബങ്ങളുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന ചില കുട്ടികളുണ്ട്, അംഗവൈകല്യങ്ങളുള്ള ചില കുട്ടികളുണ്ട്, അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു പ്രതീക്ഷയാണ് ഞാൻ. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് പോകാൻ കഴിയില്ല. ചിലപ്പോൾ ദൈവം എന്നെ പെട്ടെന്ന് വിളിക്കത്തില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയുക, അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആസ്വാദനത്തിൻ്റെ എല്ലാ മേഖലകളും കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി എല്ലാം കിട്ടുന്നത് ലോട്ടറിയാണ്. എന്ത് ലക്കിയാണ്. എത്ര പേരുണ്ട് അങ്ങനെ? സീരിയസ്ലി ഞാൻ പോലും ആ കാറ്റഗറിയിൽ അടുത്തൂടെ പോലും എത്തിയിട്ടില്ല. എനിക്ക് ദുബായിൽ ഒരു വീട് വേണമെന്നുള്ളത് എൻ്റെ ഡ്രീമായിരുന്നു. എനിക്ക് ദുബായിൽ ജീവിക്കണമെന്നുള്ളത് എൻ്റെ ഡ്രീമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. അവിടെ എനിക്ക് ദൈവദൂതനെ പോലെ ആരൊക്കെ വരുവാണ് എന്നെ സഹായിക്കാനായിട്ട്, മനസ്സിലായില്ലേ? അപ്പം ഒരു സലൂൺ വച്ച് ഞാൻ ദുബായിൽ പോയ ആൾ ഇന്ന് 3 സലൂൺ ആയിട്ടുണ്ട്. അപ്പം ദുബായിൽ മറ്റ് ചിലയിടങ്ങളിൽ പോകുമ്പോൾ ഇവിടെ കിട്ടുന്നത് പോലെ എന്നെ തിരിച്ചറിയുന്നുണ്ട് ആൾക്കാർക്ക്. ഓറയിലെ രഞ്ജു എന്നുള്ളത്. ഇപ്പം എത്ര സെലിബ്രിറ്റികളുടെ ഫോട്ടോസ് ദുബായ് നഗരങ്ങളിലുണ്ട് ഹോർഡിങ്സ് ആയിട്ട്, എൻ്റെ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ട്. ബ്യൂട്ടിഫുൾ. ഓറ ബ്യൂട്ടി ലോഞ്ച്,
എൻ്റെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ. അത് കാണുമ്പോൾ മലയാളികൾ പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് സത്യമായിട്ടും. ബ്യൂട്ടിഫുൾ മൊമെന്റ്. സീരിയസ്ലി ഞാൻ കാറിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അതുവഴി പോകുന്ന മലയാളി ഇയാൾ എവിടെയോ കണ്ടു മറക്കുന്നു, എവിടെയോ കണ്ടു, അവരെന്നെ കാണുമ്പോൾ എൻ്റെ ഫോട്ടോയോ അതുമായിട്ട് ഇങ്ങനെ അയ്യോ ഇതല്ലേ എന്നുള്ള ഞാനത് ആസ്വദിച്ചിട്ടുണ്ട്. സത്യമായിട്ടും ഞാനത് ആസ്വദിച്ചിട്ടുണ്ട്. മേ ബി അത് കർമ്മയായിരിക്കാം, അല്ലെങ്കിൽ റിവഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഭാഗ്യമായിരിക്കാം, വാട്ടെവർ എന്ത് തന്നെയാണെങ്കിലും ഞാനത് ആസ്വദിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം പ്രിയമണി ദുബായിൽ വന്നു. അപ്പം നമ്മുടെ ഹോർഡിങ്സ് വെച്ചിരിക്കുന്നത് ദീപിക പദുക്കോൺ, പ്രിയമണി, ഞങ്ങളുടെ 3 പേരുടെ ഫോട്ടോസാണ്. അപ്പം പ്രിയ ചേച്ചി പറയാം, ഇതിലേറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ നിൻ്റെതാണ്. അത് നിൻ്റെ ഇതുകൊണ്ടൊന്നും അല്ല, പക്ഷേ അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും ആ ഫോട്ടോയിൽ നോക്കുമ്പം എന്തോ ഒരു പ്രത്യേകതയുണ്ട്. നീ ഒരു സാധാരണ വ്യക്തി അല്ല രഞ്ജു. യു ഹാവ് സംതിങ് സ്പെഷ്യൽ, വെരി മച്ച് സ്പെഷ്യൽ എന്തോ ഉണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യുന്നു. അത് അങ്ങനെ അങ്ങ് പോയി. അതിനുശേഷം ഈ അടുത്ത് റിനു മാത്യു വന്നു. റിനു മാത്യു വന്ന് മേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സലൂണിൽ വന്നപ്പോഴും റിനു മാത്യുവും ഈ ഫോട്ടോ കണ്ടിട്ട് പറയും, ഇറ്റ് ഈസ് അമേസിങ് ഫോട്ടോ രഞ്ജു. അത് എന്താണെന്ന് അറിയത്തില്ല, സംതിങ് എന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നു. ദീപിക ഇപ്പുറത്ത് നിൽക്കുന്നു, പ്രിയമണി, പക്ഷേ അതിലേക്കല്ല നോട്ടം പോകുന്നത്, നിന്നിലേക്കാണ് നോട്ടം പോകുന്നത്. സംതിങ് സ്പെഷ്യൽ യു ഹാവ് എന്ന് പറയാം. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നതാണ്, ഞാൻ ആ പറഞ്ഞതുപോലെ ഏതോ ഒരു അദൃശ്യ ശക്തിയാണ് എന്നെ ഇങ്ങനെയൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്. ഐ ആം സോ ലക്കി. ശരിക്കും റിയലി ലക്കി. എത്രത്തോളം വേദനകളും കരഞ്ഞും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെക്കാട്ടിലും മടങ്ങ് സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ എത്ര ലക്കിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മൈ സർജറിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിടുമ്പോൾ ആ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കട്ടെ നമ്മൾ? അതെ അല്ലേ? ആ കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് പിള്ളേർ എന്നെ നോക്കിയത്. സൂര്യയും ഹരിണിയും അനുവും ശീതളും ജാനകിയും ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ പൊന്നുപോലെ നോക്കുന്നത്. അതായത് എന്നെ എടുത്തിരുത്താൻ പറ്റുമെങ്കിൽ എടുത്തിരുത്തും, എടുത്ത് കിടത്തണമെങ്കിൽ എടുത്ത് കിടത്തും. എന്നെ എന്താ പറയുക, സർജറി കഴിഞ്ഞ് ഞാൻ എടുത്ത റിസ്കി സർജറി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഗ്യാസ് പോകണം. ഗ്യാസ് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഡിഫിക്കൽട്ട്. 24 അവേഴ്സിനുള്ളിൽ ഗ്യാസ് പോകണം ഈ സർജറി കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത സർജറി കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞു, എന്നെ ICUയിൽ കൊണ്ടുവന്നു. ICUയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. രാത്രി ഏകദേശം 1:30-2 മണിയാവും എനിക്ക് മലം പോവുക. അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. സർജറി കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പോഴത്തേക്ക് എനിക്ക് മലം പോകണം. ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഇരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൂര്യ എന്നെ പിടിച്ചു, ഞാൻ ബാത്റൂമിൽ പോയി ഇരുന്നു, എൻ്റെ മലം പോയി. എനിക്കത് അവൾ കഴുകി തരുക. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കിങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. ബോഡി മുഴുവൻ ട്യൂബും അതും ഇതും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോഡി പോലെ ഇങ്ങനെ ക്ലോസറ്റിൽ ഇരിക്കുവാണ്. അതവൾ എനിക്ക് കഴുകി തരും. അതെനിക്ക് എങ്ങനെ ഫോർഗറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫിൽ? അത് ഫോർഗറ്റ് ചെയ്ത് ഞാൻ മനുഷ്യശ്രീ അല്ലാണ്ടായിപ്പോകും. ഇതേപോലെ തന്നെ ലാസ്റ്റ് ഇയറിൽ എനിക്ക് വലിയൊരു എന്താ പറയുക അസുഖം വന്നിട്ട് ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് എനിക്ക് യൂറിൻ ഇൻഫെക്ഷനാണ്. യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈയസ്റ്റ് ആയിപ്പോയി. അപ്പം ഞാനിങ്ങനെ വിറയ്ക്കുക, കട്ടിലിൽ നിന്ന് ഇങ്ങനെ പുൽച്ചാടി തെറിക്കുന്നത് പോലെ ഞാൻ തെറിക്കുക. ഇങ്ങനെ തെറിച്ച് വിറയ്ക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എത്ര ബെഡ്ഷീറ്റ് ഇട്ട് പുതപ്പിച്ചിട്ടും അത് തീരാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വരിക. ഞാൻ തീർന്നു, എൻ്റെ ലൈഫ് തീരാൻ പോവുകയാണ്. അപ്പം ഹരണി എൻ്റെ കൂടെ കട്ടിൽ കയറി കിടന്നിട്ട് എന്നെ ഇറുക്ക പിടിക്കുക, എന്നെ ഇറുക്ക പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ പതുക്കെ 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 എൻ്റെ ഈ ഒരു ടെമ്പറേച്ചർ ഓക്കെ ആയി വരും. എങ്ങനെ മറക്കാൻ പറ്റും ഇതൊക്കെ എനിക്ക്? അതാ ഞാൻ പറഞ്ഞു, ഐ ആം സോ ലക്കി. രാത്രി ഉറക്കമുളച്ച് രാത്രി ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ജാനകി ഇങ്ങനെ എൻ്റെ കാലിൻ്റെ അടുത്ത് ഈ തലയും കൈകുത്തി ഇങ്ങനെ ഇരിക്കുവാണ്, ഇങ്ങനെ വീഴും. എങ്ങനെ ഞാൻ മറക്കും ഇതൊക്കെ? ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഇതൊക്കെ എൻ്റെ ലൈഫിൽ കിട്ടിയ മെമ്മറബിൾ മൂമെൻറ്റ്സ് ആണ്.
അതല്ല, ഭാഗ്യമുള്ള ഒരാൾക്ക് മാത്രം കിട്ടണ്ട. ഒരു സർജറി ചെയ്തവരെയൊന്നും അത്രയും വൃത്തിയായിട്ടും നീറ്റായിട്ടും ഒന്നും നോക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇത്രയും ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. അതെന്തോ സംഭവിച്ചോട്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. നാളെ എനിക്കെന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ഇവരോടെല്ലാം കടപ്പാടുണ്ട്. എന്താണോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? എന്നെ കുളിപ്പിക്കുക, ഒരുക്കുക, എൻ്റെ മുടി ചീവി കെട്ടിത്തരിക, എനിക്ക് മരുന്നുകൾ ചെയ്തു തരിക, എനിക്ക് ജ്യൂസുകൾ, ഹെൽത്തി ജ്യൂസുകൾ അടിച്ചു തരിക. ഒരു മത്സരമായിരുന്നു എൻ്റെ വീട്ടിൽ. മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു ലക്കി ഫാക്ടറല്ലേ. ശരിക്കും ഇതൊക്കെ പറയുമ്പോ കൊതിയാവുക എനിക്കൊക്കെ. സത്യമായിട്ട് ഇങ്ങനെ സ്നേഹിക്കാൻ ഒരാളെങ്കിലും എന്നുള്ള രീതിയിൽ ഞാൻ അതൊക്കെ ഓർക്കുമ്പോഴാണ് ഞാൻ എൻ്റെ സൗഹൃദത്തിലുണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ ഫോർഗറ്റ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ഞാൻ ഇതിനപ്പുറത്തേക്കായിട്ട് സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. ഒരു പുരുഷന്റെ സൗഹൃദം ഡിഫറെൻ്റ് ആണ്. അതൊരു വേറൊരു മേഖലയാണ്. പക്ഷെ എന്നാൽ പോലും എന്നെ സംബന്ധിച്ച് എന്നെ ചുറ്റിപ്പറ്റി നിന്ന കുറച്ച് കുട്ടികളുണ്ട്. അത് മതി. ഇത്രയും റിസ്കി ആണ് എന്നറിഞ്ഞിരുന്നിട്ടും ആ ഒരു സർജറി എടുക്കാനായിട്ട് തോന്നിയത് അത് രഞ്ജമ്മയുടെ തന്നെ ഒരു ഡിസിഷനാണ്, ഒരു തീരുമാനമായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു. ഡോക്ടർ എന്നോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചിട്ടില്ല. സർജറി ടേബിളിലേക്ക് ചെല്ലുന്നത് വരെയും എന്താ പറയുക, ഒരു നിസ്സഹാവസ്ഥ എന്നെ വന്ന് മൂടി പെട്ടെന്ന്. എനിക്ക് അനസ്തേഷ്യ തരുന്നതിന് മുമ്പുള്ള ഒരു സീനാണ്. ഡോക്ടർമാർ രഞ്ജു അറിയാം, കണ്ടിട്ടുണ്ട്, അപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് 20% വിജയസാധ്യതയുള്ള സർജറി എല്ലാം ഓക്കെ ആക്കി വെച്ചു. അനസ്തേഷ്യ തരേണ്ടത് മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് ഇനി ഒന്നും പറയാൻ പറ്റില്ല. വേണ്ട ഡോക്ടർ, എനിക്ക് ഈ സർജറി വേണ്ട, മറ്റേ സർജറി മതി എന്ന് പറയാനുള്ള ഒരു സമയമില്ല. അനസ്തേഷ്യ തന്നു. 14 മണിക്കൂർ നീണ്ടു നിന്ന ലോങ് സർജറി. ബോധം തെളിയുമ്പോൾ ഇതിൻ്റെ റിസ്കി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകും, ഒന്നെങ്കിൽ ഡെത്ത് സംഭവിക്കും. ഇത് രണ്ടിനിടയിൽ ഉള്ളതാണ് എൻ്റെ ലൈഫ്. ആ ലൈഫ് എനിക്ക് തിരികെ പിടിക്കണം. പക്ഷേ 14 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈ നീര് വന്ന് തളർന്നു പോയി. കൈ പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹെഡിൻ്റെ ബാക്കിൽ ബ്ലഡ് ക്ലോട്ടായി. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അവിടെ നടന്നു. ബ്ലഡ് ക്ലോട്ടായി, റൈറ്റ് ഹാൻഡ് പൊക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ രഞ്ജു എന്ന് എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കും. ആർ യു ഓക്കെ? യെസ് ഡോക്ടർ, ഞാൻ ഓക്കെയാണ്. ഏതോ ഒരു അബോധാവസ്ഥയിൽ ഞാൻ പറയുവാണ്. അപ്പോൾ ഡോക്ടർ കൈ പൊക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. കൈ പൊക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഈ കൈ പൊക്കാൻ നോക്കുന്നു, ഈ കൈ പൊക്കാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ച ഒരു ചോദ്യം, ഡോക്ടർ ഇനി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ, ബ്രഷ് പിടിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കൂൾ. പക്ഷെ അത് എന്തോ വിതിൻ സെക്കൻഡുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ ഇത് ഓക്കെ ആയി. ഞാൻ എൻ്റെ ICUവിൽ കിടക്കുമ്പോൾ 20 അടി നടന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആഫ്റ്റർ മൈ സർജറി എന്നെ ICUവിൽ കൊണ്ടുവന്നു. ഞാൻ 20 മീറ്റർ നടക്കണം. ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം വെച്ച് കെട്ടി നടക്കണമെന്ന് പറഞ്ഞു. നടന്ന് ഞാൻ 20 മീറ്റർ തനിയെ പല്ല് തേച്ച്. അതാ ഞാൻ പറഞ്ഞു, ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാകാം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയാകാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മിഠായി എങ്കിലും വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ഫലമാകാം. അതാ ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ബ്യൂട്ടിഫുൾ. പക്ഷേ ഇന്നിപ്പോൾ ട്രാൻസ്ജെൻഡർ സർജറി എന്ന് പറയുന്നത് വളരെ ഇപ്പോൾ കുറേയും കൂടെ കോമൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ലഞ്ചമ്മ ചെയ്ത സമയത്ത് എല്ലാവർക്കും ഞെട്ടലായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നു, നമ്മുടെ ഇവിടെ ചെയ്യുന്നു എന്നുള്ളൊരു വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു എല്ലാവർക്കും. ഇന്നത് കുറേയും കൂടെയൊക്കെ കോമൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ആ സർജറിയുടെ ലെവൽ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ റിസ്കി ആണോ? സർജറീസ് എപ്പോഴും ഒരു റിസ്കി ഫാക്ടർ തന്നെയാണ്. ഈവൻ ഇപ്പോൾ ഒരു അപ്പൻഡിക്സിൻ്റെ സർജറി പോലും റിസ്കിയാണ്. എല്ലാ സർജറികളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കാണണം. ഇപ്പോൾ ഒരു ചുമരിലൊരു ചിത്രം വരയ്ക്കുന്നത് പോലെയല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ സർജറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട്. നമ്മൾ നോക്കേണ്ട കുറേ ഘടകങ്ങൾ അതിനകത്തുണ്ട്. സർജറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം.
ദെൻ ആഫ്റ്റർ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ചെയ്ത സർജറിയാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ പോയിട്ട് ആ സർജറി അയാൾ ചെയ്താൽ അയാളുടെ ബോഡിക്ക് അത് സൂട്ടബിൾ ആണോ എന്നുള്ളത് അറിയത്തില്ലല്ലോ. അത് നമ്മൾ പഠിക്കണം. ഇപ്പോൾ കുറച്ചും കൂടി അവെയർ ആയിട്ടുണ്ട്. ഹോസ്പിറ്റലുകളും കുട്ടികളും ഒക്കെ കൂടുതൽ അവെയർ ആയിട്ടുണ്ട്. പക്ഷെ രഞ്ജോം ഇപ്പം അതിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളും ഇങ്ങനെ ഒരു താല്പര്യം പറയുവാണെങ്കിൽ ഇല്ല ഇപ്പം എനിക്ക് വരുന്ന ഒരു കാര്യങ്ങളിലും ഞാൻ ആൻസർ കൊടുക്കാറേ ഇല്ല. കാരണം അത്രയും റിസ്ക് ഉള്ളത് കൊണ്ട്. യു കൻ ഗോ ദം. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ബോഡിയെ ചെക്കപ്പ് ചെയ്യട്ടെ. നിങ്ങളുടെ ബോഡിക്ക് ഏത് തരം സർജറിയാണ് സൂട്ടബിൾ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, തായ്ലാൻഡിലുണ്ട്, മലേഷ്യയിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്, ചെന്നൈയിലുണ്ട്. എല്ലായിടത്തും നല്ല 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 ഹോസ്പിറ്റലുകളും നമ്മൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സർജറികൾ ചെയ്യുന്ന ഇടങ്ങൾ ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് പുരോഗമനങ്ങൾ വന്നു കഴിഞ്ഞു. ശാസ്ത്രം കുറച്ചുകൂടി വളർന്നു. മനുഷ്യർ കുറച്ചും കൂടി അവെയറായി ഇല്ലേ. അതിപ്പം ഓരോരുത്തരുടെയും ചോയ്സ് പോലെയാണ്. ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോകും. ഒരു സുപ്രഭാതത്തിൽ ഞാൻ എടുത്ത ഒരു റിസ്ക് ആണ് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ആ ചേഞ്ചിൽ ഞാൻ 100% ഹാപ്പിയാണ്. 100% ഹാപ്പിയാണ്. ഞാനിപ്പം എന്താ പറയുക, ഞാൻ ആസ്വദിക്കുക. എൻ്റെ സ്ത്രീത്വം ഞാൻ ആസ്വദിക്കുക. സത്യം പറഞ്ഞ് ഞാൻ എൻ്റെ സ്ത്രീത്വം ഞാൻ ആസ്വദിക്കുകയാണ്. ഓരോ വസ്ത്രങ്ങളും ഞാൻ ഇടുമ്പോൾ അതെനിക്ക് എത്രത്തോളം സൂട്ടബിൾ ആകുന്നു എന്നുള്ള, അല്ലെങ്കിൽ എന്നെ ആ സൂട്ടബിൾ ആക്കുന്ന ബോഡിയിലേക്ക് എന്നെ കൊണ്ടുപോകുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഞാൻ സഞ്ചരിച്ച് ഞാൻ അവിടെ എത്തുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞു വയറ് കാണിച്ച് ക്രോപ്പ് ടോപ്പ് ഇട്ട് ജീൻസ് ഇട്ട് ലുലുമാളി പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനങ്ങനെ പോയി. എനിക്ക് പോകണം. എനിക്ക് എൻ്റെ ഒരു ഡ്രീമാണ്. അത് എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് പോകണം. എനിക്ക് ചെറിയ പാവാട ഇട്ടിട്ട് ഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് ഷർട്ട് ഇട്ടിട്ട് എനിക്ക് പോകണം. അതെൻ്റെ ഇഷ്ടമാണ്. ഈ സ്കേർട്ടും ടോപ്പും ഇന്ന് എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാൻ ഈ സ്കേർട്ടും ടോപ്പും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തയ്പ്പിച്ചതാണ്. അത് വീണ്ടും ഒന്ന് അടിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആ ബോഡിയിലേക്ക് എത്തണം. അവിടെ ഞാൻ എത്തി എന്നുള്ളതാണ്. മനസ്സിൽ വിചാരിക്കുന്ന, മനസ്സിൽ സ്വപ്നം കണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്ത് വളരെ ചുരുക്കം പേരാണ്. നേടിയെടുക്കുക എന്നുള്ളതല്ല അതിനകത്തുള്ള ഒരു ഫാക്ടർ. ഇപ്പം ജയം തോൽവി എന്ന് പറയും. സത്യത്തിൽ ഇത് രണ്ടുമില്ല. രണ്ടുമില്ല. ജയവും ഇല്ല, തോൽവിയും ഇല്ല. അതൊരു സിറ്റുവേഷൻ മാത്രമാണ്. പക്ഷെ ജയിച്ചല്ലേ ഇപ്പം നിൽക്കുന്നത്. അല്ല, ജയിക്കുക എന്നുള്ളത് തോൽവിയ എന്നുള്ളതല്ല. ഇപ്പം ഇതിനിടയിലുള്ള എൻ്റെ ലൈഫാണിത്. ഞാൻ എൻ്റെ ലൈഫായിട്ടാണ് കാണുന്നത്. അവിടെ ഞാൻ ജയിച്ചോ തോറ്റോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അയ്യോ ഞാൻ തോറ്റുപോയി, അല്ലെങ്കിൽ ഞാൻ ജയിച്ചു. എന്ത് ജയിച്ചു? ഞാൻ ഒരെണ്ണം ജയിക്കുമ്പോൾ അടുത്തതിലേക്ക് ഞാൻ പോകാൻ റെഡിയായി നിൽക്കുവാണ്. ജയങ്ങൾ ഇങ്ങനെ തുടർക്കഥകളാവില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പരാജയപ്പെടണം. തീർച്ചയായിട്ടും ഇല്ലേ? അത് രണ്ടും മിക്സ് ചെയ്തതല്ലേ നമ്മുടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്വർണ്ണക്കരണ്ടി പോയാൽ അയാൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഡസൻ കണക്കിന് സ്വർണ്ണക്കരണ്ടി അവിടെ അലമാരിലിരിപ്പുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കുടിലിൽ നിന്ന് വന്ന ഒരാളാണ്. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കും. എന്താ അടുത്തത്? ഞങ്ങൾക്കെല്ലാം ഭയങ്കര ആശങ്കയാണ്. കാരണം ഞങ്ങൾ സ്കൂളിലേക്ക് പോകണം. ഞങ്ങളുടെ പഠിക്കുന്ന സ്കൂളിൽ പോയി അഭയാർത്ഥിയെ പോലെ ജീവിക്കണം. ഈ കർക്കിടക മാസത്തിലെ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ 10, 15, 20 ദിവസത്തോളം അവിടെയാണ്. തിരിച്ചു വരുമ്പോൾ വീടിരുന്നെടുത്ത് വീടുണ്ടാവില്ല. വീണ്ടും പുതിയത് ഓല പറിച്ച് കെട്ടി വീണ്ടും ഉണ്ടാക്കണം. അവിടെ നിന്ന് ഇഷ്ടിക വെച്ചിട്ട് കെട്ടുന്ന ഒരു വീട് വന്നപ്പോഴത്തേക്ക് കുറച്ച് സന്തോഷമായി. പക്ഷേ എന്നാലും വെള്ളം കയറുമല്ലോ എന്നുള്ളൊരു ഭയം പിന്നെയും നമ്മളെ അലട്ടുന്നു. അതിനുശേഷം ഓടുമേഞ്ഞ ഒരു വീട് വന്നപ്പോൾ മഴ പെയ്ത വെള്ളം അകത്ത് വീടില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം. എന്നാലും മഴ പെയ്ത് വെള്ളം കയറുമ്പോൾ ഞങ്ങൾ സ്കൂളിലേക്ക് പോകണം. അവിടെ നിന്നൊക്കെ ഞങ്ങളിങ്ങനെ പറിച്ച് എന്നോടൊപ്പം പലരും എത്തിയില്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ജയമോ പരാജയമോ എന്നൊന്നുമില്ല. ലൈഫ് എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, ഷുഡ് ബി മസ്റ്റ്. അത് നമ്മുടെ കയ്യിലാണ്. അപ്പം ഞാനിപ്പോൾ ഇത്രയും കരയാനുണ്ടായ കാരണവും ഇത്രയും ചിരിക്കാനുണ്ടായ കാരണവും ഞാൻ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴെങ്കിലും എനിക്ക് എവിടുന്നെങ്കിലും ദൈവം തന്ന സൂചനകൾ ഞാൻ ഉൾക്കൊണ്ടില്ല എന്നുള്ളത് ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. അതെനിക്ക് കാണിച്ചു തന്നിട്ടും ഞാൻ പിന്നെ ഒരു മായാലോകത്തേക്ക് പോയി എന്നുള്ളത് എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പം ഞാൻ കരഞ്ഞതിനും കാരണക്കാരി ഞാനാണ്.
ഞാൻ ചിരിച്ചതിനും കാരണക്കാരി ഞാനാണ്. ഞാനിപ്പം എവറി മന്ത് 2 ടൈം ദുബായിക്ക് പോകുന്നു. എമിറേറ്റ്സ് ഫ്ലൈറ്റ് എന്നുള്ളത് ഫ്ലൈറ്റ് എനിക്ക് മാറ്റാൻ എൻ്റെ മനസ്സനുവദിക്കില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്ന ചില കോംപ്ലക്സുകളുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മറ്റൊരാൾ എമിറേറ്റ്സിലാണ് പോകുന്നത്, ഞാൻ വേറെ ഏതെങ്കിലും ഫ്ലൈറ്റിലാണെന്നുള്ളത് അതിൻ്റെ കോംപ്ലക്സ്. ദാറ്റ്സ് മൈ ചോയ്സ് ഓൺലി, അല്ലേ? ഇതിനെല്ലാം ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഏത് ക്ലാസ് തിരഞ്ഞെടുക്കണം, ഏത് ക്ലാസ്സിൽ ഞാൻ ദുബായിക്ക് പോകണം, ഏത് ക്ലാസ്സിൽ തിരിച്ചു വരണം എന്നുള്ള എല്ലാത്തിൻ്റെ ഉത്തരവാദി ഞാനാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണ്. എനിക്ക് ആരും കൊണ്ടു തന്നിട്ട് നിന്നോട് നീ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുന്നില്ല, ആരും പറഞ്ഞിട്ടുമില്ല. വഴിതെറ്റി വന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇന്നിപ്പോൾ മായകൾ വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇതാണ് ഞാൻ എന്നെ സംബോധന ചെയ്യുന്നത്. ആസ് എ പേഴ്സൺ, രഞ്ജുമാർ ഈസ് വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. ബിക്കോസ് എൻ്റെ എഡ്യൂക്കേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഇംഗ്ലീഷ് നോളജ് ഇല്ല, എനിക്ക് പ്രോഡക്റ്റ് നോളജ് ഇല്ല, ഞാൻ ആരുടെയും കീഴിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തിട്ടില്ല, എന്നെ ഒരാളും അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോയിട്ടില്ല. എന്നെ റിജക്റ്റ് ചെയ്യുക. അത്തരം കാലങ്ങൾ മുതൽ ഞാൻ ഇഗ്നോറിങ്ങും റിജക്റ്റിങ്ങും കണ്ടു വന്നിട്ടുള്ള ഞാൻ ഒരു നിസാരപ്പെട്ട സൗഹൃദത്തിൽ വരുന്ന റിജക്ഷൻ അല്ലെങ്കിൽ ഇഗ്നോർ എന്നെ യേശുമോ? ഒരിക്കലുമില്ല, അല്ലേ? പണ്ടത്തെ കാലത്ത് എനിക്ക് കിട്ടിയ ഉപദ്രവങ്ങൾ, കൊച്ചിയിൽ നിന്ന് കിട്ടിയ ഉപദ്രവങ്ങൾ വെച്ച് ഓർത്ത് നോക്കുമ്പോൾ ഇന്നത്തെ കമ്മ്യൂണിറ്റി ഇന്ന് ജെൻഡർ ചേഞ്ചാണ്, എൻ്റെ സെക്സ് ചേഞ്ചാണ്, എൻ്റെ സെക്ഷുവാലിറ്റി ചേഞ്ചാണെന്ന് പറയുന്ന ആ അവസരത്തിൽ ഫ്രീഡം അനുഭവിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം എടുത്ത് ധരിച്ചു പോകാം. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഒരു ചായക്കടയിൽ പോയിട്ട് ഒരു ചായ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ലാത്ത മാസ്കുലിൻ പവർ ഞാൻ കാണിക്കണം. ഞാൻ ഭയങ്കര ആണായിട്ട് ബോഡിയൊക്കെ ബിൽഡപ്പ് ചെയ്ത ഒരു ചായ, ആ ചായ മേടിക്കുന്നത് പക്ക ഒരാണ് മേടിക്കുന്നതിലെ മേടിക്കണം, ആ ആണ് കുടിക്കുന്നതിലെ കുടിക്കണം. പക്ഷെ എനിക്ക് പറ്റത്തില്ല. വിതിൻ സെക്കൻഡിൽ എൻ്റെ ബോഡി ഇളകും ചായ കുടിക്കുന്ന രീതി. ഇത് കാണുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു തോണ്ടൽ കിട്ടും, ഇപ്പുറത്തുനിന്ന് ഒരു തോണ്ടൽ കിട്ടും. അവിടെ പിന്നെ അടിയായി ബഹളമായി. നമുക്കൊന്നും തിരിച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ത്രാണിയില്ല, നമുക്കതിന് റൈറ്റ്സ് ഇല്ല. നമ്മൾ ഫുട്പാത്തിൽ കൂടി നടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് കുണുങ്ങി പോവുകയാണെങ്കിൽ പുറകെ വരുന്ന ഓട്ടോറിക്ഷക്കാരൻ ചവിട്ടിയിട്ടിട്ട് പോയിട്ടുണ്ട്, യുനോ, ചവിട്ടിയിട്ടിട്ട് പോയിട്ടുണ്ട്. നമ്മൾ എഴുന്നേറ്റ് പൊടിയും തട്ടി കരഞ്ഞുകൊണ്ട് പോകണം, അല്ലെങ്കിൽ 4 ചീത്ത വിളിക്കും. ഇതാണ് യാഥാർത്ഥ്യം. ബസ്സുകളിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുന്നെല്ലാം തരണം ചെയ്ത് സെൻറ് ജോസഫ് കോളേജിൻ്റെ മുമ്പിൽ 2 രൂപയുടെ സോഡയും കുടിച്ചിട്ട് ഞാൻ ദിവസങ്ങളോളം കിടന്നിട്ടുണ്ട്. ആ സെൻറ് ജോസഫ് കോളേജിൽ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് കയറി. ആ സെൻറ് ജോസഫ് കോളേജിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് പഠിച്ചു. ആ കോളേജിൽ നാക്ക് വന്നപ്പോൾ പ്രസംഗിക്കാൻ കയറി. യുനോ, ഇറ്റ്സ് എ കർമ്മ. അതേ കോളേജിൽ. അപ്പം എൻ്റെ തലയിൽ വരച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു വര അല്ലെങ്കിൽ ആ ഒരു അദൃശ്യ ശക്തി എന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോയി. ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെക്കൊണ്ട് ഏതോ ഒരു ശക്തി ചെയ്യിപ്പിക്കുകയായിരുന്നു ഇതെല്ലാം. അത് തന്നെ ഞാൻ പറയണത്. എന്ത് ബ്യൂട്ടിഫുള്ളാണ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്, എത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സാണ്. ഹോ, ശരിക്കും ഒന്നോ രണ്ടോ അവഗണനകളോ പരാതികളോ പരിഭവങ്ങളോ നമ്മൾ ഒഴിവാക്കുക. ഇത്ര അധികം പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാ സ്ട്രഗിൾസിനെയും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തരണം ചെയ്ത് ഇന്നിപ്പോൾ ചിരിച്ച് ജീവിതത്തെ വാശിയോടെ കണ്ട് ഇത്ര നല്ല, എന്താ പറയുക, എനിക്കൊക്കെ അസൂയ തോന്നുന്ന പോലത്തെ ഒരു ലെവലിലേക്ക് രഞ്ജുഅമ്മ എത്തി. ആ എല്ലാം നേടി. എന്നെക്കൊണ്ടൊന്നും രഞ്ജുഅമ്മയുടെ അടുത്തൂടെ പോലും ഞാൻ എത്തിയിട്ടില്ല. ആ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രത്തോളം ശരിക്കും ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ. എത്ര ബ്ലെസ്ഡ് ആണ് രഞ്ജുഅമ്മ. ഇനി ഒരിക്കലും സങ്കടം എന്ന് പറയണത് ഒന്നും ഒരിക്കലും വരാൻ പാടില്ല. God bless you. കാരണം എനിക്കെന്താ പറയുക, ഞാൻ രാധുചേട്ടൻ്റെ കൂടെ മേക്കപ്പ് ചെയ്യാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് എത്ര തമാശ പറഞ്ഞ ആൾ ഇന്നിപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ശരിക്കും ഭയങ്കര ഒരു വിൽ പവറാണ്.
എനിക്കിനി ചിരിക്കാനും ഇഷ്ടം രമ്യ. കാരണം ഞാൻ എൻ്റെ ചിരിയെ ഞാൻ അത്രത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇനി എനിക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും, എന്നെ കൂടി എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവാണ് എന്നെ ഇനി മുന്നോട്ട് നയിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ലോകം എത്ര വിശാലമാണെന്നുണ്ടെങ്കിലും മനുഷ്യർക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത ചില ഇടങ്ങളും ഉണ്ട് അല്ലേ? സത്യമായിട്ടുണ്ട്. നമ്മുടെ കൂടെ തന്നെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് ഒരുപാട് തവണ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഇഗ്നോറിങ് വരുന്നു. നമ്മൾ എന്താ പറയുക, നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ചില വേർഡുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ എല്ലാവർക്കും പറ്റുമെന്ന് അറിയത്തില്ല, അതിനെയെല്ലാം സില്ലിയായിട്ട് തള്ളിക്കളയാനായിട്ട്. പക്ഷേ ചിലർ കണ്ടുപിടിക്കും എന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗീതി, റോഷ്നി, ജാസ്മിൻ, ഹരണി, ഇവരൊക്കെ എന്നെ കണ്ടുപിടിക്കും. എന്തോ ഒരു വിഷമമുണ്ട് എന്നുള്ളത്. ഈ അടുത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ചു, രഞ്ജു മിസ്സിന് എന്തെങ്കിലും സങ്കടമുണ്ടോ? രഞ്ജു മിസ് ഭയങ്കര ഹാപ്പി അല്ല. രഞ്ജു മിസ് അഭിനയിക്കുക, ഞങ്ങളെ മുമ്പിൽ ഭയങ്കരമായിട്ട് അഭിനയിക്കുവാണ്. പക്ഷേ രഞ്ജു മിസ്സിൻ്റെ മൈൻഡ് എങ്ങോട്ടൊക്കെയോ ഓടിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സത്യമായിട്ട് തന്നെ പറയണമല്ലോ, യെസ്, ഞാൻ കുറച്ച് ട്രാജഡിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിനെ ഞാൻ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒക്കെ. പക്ഷേ ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കോസ്മെറ്റോളജി കോളേജ് ദുബായിൽ പറ്റിയാൽ, ഇപ്പം ഞാനിപ്പോൾ ദുബായിലൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അതിൻ്റെ എക്സാം എഴുതണം. ആ എക്സാം എഴുതി എനിക്ക് ദുബായിൽ DH എഴുതണം. എഴുതി ദുബായിൽ എനിക്ക് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു മോഹങ്ങളുണ്ട്. നമുക്ക് ദുബായിൽ മാത്രം നിന്നാൽ മതിയോ? നമുക്ക് ഇനിയും പോണ്ടേ? ദുബായ് എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും ഒരു സ്വപ്ന നഗരം തന്നെയാണ് അല്ലേ? ദുബായ് എന്ന് പറയുന്നത് വല്ലാത്തൊരു അട്രാക്ഷനാണ് ആ നഗരത്തിന്. ലോകത്തിൽ ഞാൻ എത്ര രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ദുബായ് എന്ന് പറയുന്നത് ഒരു മാസ്മരികത ലോകമാണത്. ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാം. ഇപ്പം ഞാനിപ്പോൾ ഷാർജയിൽ നടന്ന കുറേ ആത്മഹത്യകളുണ്ടല്ലോ, സ്ത്രീകൾ ആത്മഹത്യ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു അസോസിയേഷനിൽ ഞാൻ മെമ്പറാണ്. അപ്പോൾ ഇനിയൊരു സ്ത്രീയും ഇത്തരം വിഷമങ്ങൾ കൊണ്ട് ദുബായ് നഗരത്തിൽ മരിക്കരുത്, അങ്ങനെ ഒരു ചലഞ്ച് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം മാക്സിമം എല്ലാ സ്ത്രീകളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിലൂടെ എനിക്ക് കുറേ സന്തോഷങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ കാര്യങ്ങളിലേക്കൊക്കെ സ്വയം ഇറങ്ങി പോവുക. കേരളത്തിൽ തന്നെ 3 അക്കാഡമീസ്, ദുബായിൽ 3 അക്കാഡമി, ഇതെല്ലാം സ്വന്തമായിട്ട് നേടിയെടുത്ത കഴിവിൽ നിന്നും പൈസയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, ഒറ്റയ്ക്ക് പോരുത് ഇത്രയ്ക്കൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത് എത്ര ഞാൻ അപ്രീഷിയേറ്റ് ചെയ്താലും എത്ര പറഞ്ഞാലും തീരില്ല. അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില്ലറ കാര്യമല്ല നേടിയെടുത്തിരിക്കുന്നത്. ചില്ലറ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവദൂതനെ പോലെ ആരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എവിടെന്നെങ്കിലുമൊക്കെ വരും. അതിൻ്റെതാണ് ആ ഒരു വിജയം അല്ലെങ്കിൽ ഒരു സക്സസ് എന്നൊക്കെ പറയുന്നത്. മേ ബി അതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നിപ്പം കേരളത്തിൽ എവിടെയൊക്കെ നമ്മൾ പോയെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ഒരു ബിസിനസ് മേഖല നമുക്ക് നേടിത്തന്ന ചില നേട്ടങ്ങളുണ്ട്, തിരിച്ചറിയുന്ന ചില നേട്ടങ്ങളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ചിലയിടങ്ങളിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ എൻ്റെ കൂടെ ഉള്ളവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ വാശി പിടിക്കും, എന്നോടൊപ്പം എൻ്റെ കുട്ടികൾക്കും സീറ്റ് വേണം, അത് കിട്ടിയേ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, മാറി ചിന്തിക്കാൻ കഴിവില്ലാത്തൊരു ലോകത്താണ് നമ്മളിപ്പോഴും ജീവിച്ചു പോകുന്നത്. ലോകമുണ്ടായ കാലം മുതലേ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ലിംഗത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ വേർതിരിവുകളുണ്ട്. അതിന് ലോകം അവസാനിച്ചാലും ഉണ്ടാകും. എവിടെയൊക്കെയോ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ഇപ്പോഴും ചില മനുഷ്യർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്.
അതിലേക്ക് പോവുക എന്നുള്ളതാണ്. ആ മാറ്റങ്ങൾ കൊണ്ടുവരും. നമുക്ക് പരിപൂർണമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും? ഒരിക്കലുമില്ല, ഒരിക്കലും സാധിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് തോന്നണം, എനിക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്ന് എനിക്ക് തോന്നണം. അവിടെ നിന്നാണ് മാറ്റങ്ങൾ ഉത്ഭവിക്കുന്നത്. അല്ലാണ്ട് ഇപ്പം ഞാൻ പറയുകയാണ് രമ്യ മാറിയേ പറ്റുള്ളൂ, രമ്യ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നീ നിൻ്റെ പണി നോക്ക്, എൻ്റെ മൈൻഡ്, എൻ്റെ റൈറ്റ്സ്, ഇത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ തോന്നുമ്പോൾ തോന്നും, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട, എനിക്കൊരു ബന്ധം വേണ്ട, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം ഇതല്ലേ. എന്നാൽ അതുപോലെ ചെറിയ ചെറിയ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങളിലൂടെ ഞങ്ങൾ മാറുന്നുണ്ട്. മനസ്സിലായി? ഞാൻ എപ്പോഴും ചുറ്റുപാടുകളെ വീക്ഷിക്കും. ഞാൻ എന്നെ എന്താ പറയുക, കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ട് അതിനകത്ത് സത്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ അതിനകത്ത് ഇടപെടും. അതിന് വേണ്ടിയിട്ട് ഞാൻ വാദിക്കും. എനിക്കെന്താണ് പറയാനുള്ളത്, എൻ്റെ നിലപാട് ഞാൻ അവിടെ വ്യക്തമാക്കും. എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ചുറ്റിനും ശത്രുക്കളും ഉണ്ട്, മിത്രങ്ങളും ഉണ്ട്. അതിലെനിക്ക് തോന്നുന്നത് കൂടുതൽ ശത്രുക്കൾ തന്നെയാണ്. സ്വാഭാവികം. ചില സത്യങ്ങൾ വിളിച്ച് പറഞ്ഞത് കൊണ്ട് ചിലയിടങ്ങളിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ എനിക്ക് ഇടം കിട്ടാതെ വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട, അവരങ്ങനെ പറഞ്ഞവരാണ്, ഇവരിങ്ങനെ പറഞ്ഞവരാണെന്നുള്ള രീതിയിൽ എന്നെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സിനിമാപരമായിട്ടാണെങ്കിലും ഒക്കെ എനിക്കത് ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഞാൻ മുമ്പേ പറഞ്ഞില്ല, അത് റിവഞ്ച് ആകാം, അല്ലെങ്കിൽ ചലഞ്ച് ആകാം, അല്ലെങ്കിൽ കർമ്മയാകാം എന്ന് പറഞ്ഞിട്ടുള്ള ഇത്തരം ആൾക്കാരോടൊപ്പം ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സത്യമായിട്ടും ബ്യൂട്ടിഫുൾ. ഇത്തരം ആൾക്കാരുടെ കൂടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരിരിക്കവേ കിട്ടാത്ത സ്വീകാര്യതകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സീരിയസ്ലി ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്, ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്, പലരോടും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? എന്നെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ചില ആർട്ടിസ്റ്റുകളോടൊപ്പം ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ചില രാഷ്ട്രീയ പ്രമുഖരോടൊപ്പം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നെ റിജക്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് ബിസിനസ് മേഖലയിലുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇവരെ ഞാൻ ബിസിനസ് ലോഞ്ചിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് ക്ലാസ്സിലിരിക്കുമ്പം മീറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ല? നമ്മൾ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയുടെ ബലം, അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുള്ളത് നമ്മൾ നേടിയെടുക്കുന്നതിൻ്റെ ഫലം, ഇത് രണ്ടുമാകാം. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഈ അടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയൊരു പ്രമുഖ നടൻ, ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുവാണ്. കൗണ്ടറിൽ നിൽക്കുമ്പം എന്നോട് ഞാൻ ടിക്കറ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന ആർട്ടിസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞു. ഈ ഫ്ലൈറ്റിൽ അടുത്ത ഫ്ലൈറ്റിലുണ്ടെന്ന് പറഞ്ഞു. 2 മണിയുടെ ഫ്ലൈറ്റിലുണ്ടെന്ന് പറഞ്ഞു, എമിറേറ്റ്സിൻ്റെ. ഞാൻ 9:15 ഫ്ലൈറ്റിനാണ്. അപ്പം അന്ന് ആ ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് 2 ഫ്ലൈറ്റും ക്യാൻസലായി. ദുബായിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് 2 ഫ്ലൈറ്റും ക്യാൻസലായി. പിറ്റേ ദിവസമാണ് 7 മണിക്കാണ് ഫ്ലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ബിസിനസ് ക്ലാസ് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡായി ഫസ്റ്റ് ക്ലാസ്സിലേക്കായി. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറുന്നു. അപ്പോൾ ആ പ്രമുഖ നടൻ അവിടെ ഉണ്ട്, ഒരു റൂമിലുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ച് അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് നോക്കുന്നത് നമ്പറായിരുന്നു. എൻ്റെ സീറ്റ് നമ്പർ 1, അദ്ദേഹത്തിൻ്റെ സീറ്റ് നമ്പർ 2. അദ്ദേഹം അവിടെ കമ്പയർ ചെയ്തത് നമ്പർ 1, 2. ഇവളെ പോലുള്ളവൾക്ക് നമ്പർ 1 കിട്ടി, ഞാൻ 2-ലാണല്ലോ എന്നുള്ളത്. അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. അദ്ദേഹം എന്നെയല്ല നോക്കിയത്, ആ നമ്പറിലേക്കായിരുന്നു നോക്കിയത്. അങ്ങനെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ എനിക്ക് ഇതുപോലുള്ള യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഞാൻ മാസ്റ്റർ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ലല്ലോ. നമ്മൾ ആരും മാസ്റ്റർ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല, ആക്സിഡൻ്റലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇപ്പം ചില നേതാക്കന്മാരുടെ രീതികൾ, ചില ആർട്ടിസ്റ്റുകളുടെ രീതികൾ, ഇതെല്ലാം അവരുടേത് മാത്രമാണ്. അത് നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് സത്യാവസ്ഥ, അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള മറുപടി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്?
സമാന പ്രവർത്തികൾ നമുക്ക് ചുറ്റിനും നടന്നിട്ടും ഇതൊന്നും പഠിക്കാതെ പോകുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ. അപ്പോൾ അവിടെ ഞാൻ റിയാക്ട് ചെയ്യും, അവിടെ എൻ്റെ നിലപാട് ഞാൻ പറയും. അപ്പോൾ അവിടെ എനിക്ക് കൂടുതൽ റിജക്ഷൻ വരും. ഒരു വർക്ക് വരുമ്പോൾ വേണ്ട, വട്ടവർ. ഈ ഭൂമി ഉരുണ്ടതാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുകയാണ്, പക്ഷെ പരന്നതാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലേ? ഉരുണ്ടതാണെന്ന് നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ഗോളം കാണിച്ചിട്ട് ഇങ്ങനെയിട്ട് കറക്കിയിട്ട് എവിടെ നിന്ന് തുടങ്ങി എവിടെ വന്ന് തീരും. അതുകൊണ്ട് ഭൂമി ഉരുണ്ടതാണ്. നമ്മളിൽ എത്ര പേർക്കറിയാം ഉരുണ്ട ഭൂമിയിൽ സഞ്ചരിച്ചിട്ടുള്ള എത്ര പേര് ഉണ്ട്? നമ്മൾ നോക്കുമ്പോൾ കൊച്ചി ടു കാസർഗോഡ് ഇങ്ങനെ കിടക്കുകയാണ്, പരന്നല്ലേ കിടക്കുന്നത്. ഇതിനിടയിൽ കുന്നുണ്ടോ, കയറ്റമുണ്ടോ, ഇറക്കമുണ്ടോ നമ്മൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? കുറച്ച് കട്ടറുകൾ നമ്മൾ ചാടുന്നുണ്ട്, അത് നമ്മൾ അറിയുന്നുണ്ട്. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുവാണെന്ന് നമ്മൾ അറിയുന്നില്ല, അല്ലേ? ഈ ഭൂമിയിൽ എനിക്ക് ഇടമുണ്ട്, എന്നെപ്പോലുള്ള ആയിരങ്ങൾക്ക് ഇടങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഞാൻ തിരിച്ചറിഞ്ഞു, എന്നോടൊപ്പം ഉള്ളവരും തിരിച്ചറിഞ്ഞു. അതവിടെ അവർ ജീവിക്കുകയാണ്, അവരെ ജീവിക്കാൻ വിടുക. ഈ പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞു, സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, അവരെ മിസ്യൂസ് ചെയ്യാതിരിക്കുക. എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. കാരണം സ്നേഹം കിട്ടാൻ കൊതിച്ചിരിക്കുന്നവരാണ് രമ്യ, സത്യമായിട്ടും. കാരണം നല്ലൊരു പ്രായത്തിൽ ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പകാലത്ത് അമ്മമാർ ഊട്ടിക്കൊടുത്ത മക്കളായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. നീ കഴിച്ചില്ലേ അമ്മ ഇന്ന് കഴിക്കത്തില്ല എന്ന് പറയുന്ന അമ്മമാരുണ്ട്, അല്ലേ? അത്ര ഉരുട്ടിക്കൊടുത്ത മക്കൾമാരുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഒരു കാലഘട്ടം എത്തുമ്പോൾ അവരുടെ ജെൻഡറിൽ വരുന്ന ആ വൈവിധ്യത്തെ വൈകല്യം എന്ന് കാണിച്ചുകൊണ്ട് പൂജകളും കർമ്മങ്ങളും ചികിത്സകളിലേക്ക് പോവുകയാണ്. അറ്റ് ദ സെയിമിൽ ആ കുട്ടീനെ നിനക്ക് എന്താ സംഭവിച്ചത്? കുഴപ്പമില്ല, അമ്മയുണ്ട് കൂടെ, നീ സമാധാനത്തിലിരിക്കൂ. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും, നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരിക്കും, നന്നായിട്ട് പാട്ട് പാടുമായിരിക്കും. ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത? നീ പെണ്ണുപോലെ ഇരിക്കുന്നു, നീ പെണ്ണുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് അവിടെ ഒതുക്കുക. ഒരു കുമ്പളം ഇങ്ങനെ ഒരു 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 വിത്തിട്ട് ഇങ്ങനെ പാകി അതിൻ്റെ ഇല ഇങ്ങനെ പൊട്ടി വരുമ്പോൾ തന്നെ ചൂടുവെള്ളം ഒഴിച്ച് അതിനെ കത്തിക്കുക. അതിന് പിന്നെ എക്സ്പ്രസ് ചെയ്യാൻ അറിയുന്നില്ല. അതിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഉരുകി 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 ജീവിക്കുക. അതറിയാവുന്നത് ആർക്കാ? പെറ്റമ്മയ്ക്കല്ല അറിയാവുന്നത്. ഈ പെറ്റമ്മയും കൂടി റിജക്റ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടി എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടെങ്കിലും പോവുകയാണ്. മതിയായി, എനിക്ക് മതിയായി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്താ? ഭാവിയുടെ ഒരു വാഗ്ദാനത്തെയാണ്. മേ ബി ഒരു ജില്ലാ കളക്ടറാകാം, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറാകാം, അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരിയാകാം, അല്ലെങ്കിൽ അധ്യാപികയാകാം, ഡോക്ടറാകാം, എഞ്ചിനീയർ, ആരും ആകാം, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാകാം. സ്വന്തം അമ്മയെന്ന് ചേർത്ത് പിടിച്ചാൽ മതി, അല്ലേ? അത് ചേർത്ത് പിടിക്കാതെ പുറത്തേക്ക് വരുന്ന കുട്ടികൾ സെക്സ് വർക്കിലേക്ക് പോകേണ്ടി വരികയാണ്. നിവൃത്തികേട് കൊണ്ട് അവർ പോവുകയാണ്. അവർക്ക് ജോലി കൊടുക്കാൻ ആളില്ല, ജോലി പറഞ്ഞു കൊടുക്കാൻ ആളില്ല, വസ്ത്രം വേണം, കിടക്കാൻ ഇടം വേണം. ഇതെല്ലാം അനുഭവിച്ച് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഓരോ വീടുകളിൽ തോറും പുസ്തക സെയിലിന് പോകുമ്പോൾ ഓരോ വസ്ത്രങ്ങൾ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഭക്ഷണം ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. പഴകിയ ചെരുപ്പ് ഞാൻ ചോദിച്ചു മേടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇതെല്ലാം അനുഭവിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികളുടെ ഓരോ കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുള്ളത്. അപ്പം ഇവർ സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടികളാണ്. നല്ല സ്നേഹം കിട്ടേണ്ട സമയത്ത് അവർക്ക് കിട്ടിയിട്ടില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പുരുഷൻ വരുവാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ ഭയങ്കര സുന്ദരിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുമ്പോൾ ഈ കുട്ടികളങ്ങ് മയങ്ങി വീഴുകയാണ്. അയ്യോ. അപ്പോൾ ഇവിത്തുങ്ങൾ പോയിട്ട് കഷ്ടപ്പെട്ട് രാത്രിയിൽ അടിയും പിടിയൊക്കെ കൊണ്ട് സെക്സ് വർക്ക് ചെയ്ത് കിട്ടുന്ന നാണയത്തൊട്ടുകൾ ഇവർ ഈ സ്നേഹപ്രകടനത്തിലൂടെ കൈക്കലാക്കുവാണ്. ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് ഇവർ അടുത്തലേക്ക് പിടിക്കും. ഇവരുമായിട്ട് സ്നേഹിച്ചിരിക്കവേ തന്നെ അവർക്കൊരു സിക്സ് ജെൻഡർ ലേഡിയായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടാകും. അവരെ കല്യാണം കഴിക്കാനായിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും വെച്ചിരിക്കുകയാണ്, യുനോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മനുഷ്യരൊന്ന് മനസ്സിലാക്കുക. മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയുന്നവരെയാണ് മനുഷ്യരെന്ന് പറയേണ്ടത്, അല്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിലേക്ക് ഞാൻ പോകുമ്പോൾ ഇറ്റ് വാസ് വെരി ഹൊറബിൾ. സത്യമായിട്ടും എനിക്കൊന്നും ജീവിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമേ അല്ലായിരുന്നു അവിടെ, ഈ ഒരു ലോകം. അവിടെ നിന്ന് നമ്മൾ ഇത്രയൊക്കെ പൊരുതി ഇവിടം വരെയൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്തിനാണ് മിസ്യൂസ് ചെയ്യുന്നത്? ഐ ആസ്ക് യു. മിസ്യൂസ് ചെയ്യുകയാണ്. സ്നേഹമുണ്ടോ എന്നുള്ള പേരിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. എത്ര കുട്ടികളാണ് ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത്? എത്ര കുട്ടികളാണ് ഇനി തയ്യാറെടുത്തിരിക്കുന്നത്? എത്ര കുട്ടികളാണ് ഡിപ്രഷനിലൂടെ ജീവിച്ചു പോകുന്നത്? എത്ര കുട്ടികളാണ് ഹാൻഡ് സൈറ്റിങ്ങിലൂടെ ജീവിക്കുന്നത്? ഈ ഡിപ്രഷനും ഹാൻഡ് സൈറ്റിങ്ങിനും ഇടയിൽ നമ്മുടെ ജീവിതമുണ്ട്. അത് നമ്മൾ തെറിച്ച് പോവുകയാണ്. വെറുതെ വിടാനാണ് ഞാൻ പറയുന്നത്.
ഒരുപാട് നമ്മൾ സംസാരിച്ചു. ശരിക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും തകർച്ചകളും നമ്മുടെ അവഗണനകളും ഒക്കെ വരുമ്പോൾ ഇതുപോലെ ലൈഫിനെ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്ത ഇതുപോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അവരെ കണ്ടുപിടിക്കുക, അവരെ നമ്മുടെ റോൾ മോഡലാക്കുക. അവരിന്നിപ്പോൾ കണ്ടോ നിൽക്കുന്നത് പതറിയിട്ടോ തോറ്റിട്ടോ അല്ല, മറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ എത്രയോ എന്തെല്ലാമാണ് ഗെയിൻ ചെയ്തിരിക്കുന്നത് ലൈഫിൽ, അല്ലേ? സത്യം എനിക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്രയും രഞ്ജു അമ്മ ഇന്ന് ഗെയിൻ ചെയ്ത് ആ ഒരു ലൈഫിൻ്റെ ആ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ശരിക്കും നമ്മൾ നമിക്കണം. ഇങ്ങനെയുള്ള നമ്മളെല്ലാ വ്യക്തികളെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. എല്ലാവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു സ്പേസും ഫ്രീഡവും എല്ലാം, നമ്മളത് മാനിക്കണം. രഞ്ജു അമ്മ, ഇപ്പം നമ്മൾ ഓണമൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ആഘോഷിച്ച് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഈ വേഷത്തിലും കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നമുക്ക് ചിരിച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓണം എന്ന് പറയുമ്പോൾ എല്ലാം ആഘോഷിക്കാറുണ്ടോ? ഇല്ലില്ല, ഐ ഡോണ്ട് ലൈക്ക് ഫെസ്റ്റിവൽസ്. ആണോ? സീരിയസ്ലി. എന്തുകൊണ്ടാ? ഞാൻ സത്യം പറഞ്ഞാൽ ഓണത്തിന് കുളിക്കില്ല, ഓണത്തിന് പുതിയ വസ്ത്രങ്ങൾ ധരിക്കില്ല, സത്യമായിട്ടും. എന്തുകൊണ്ടാ? അതെനിക്ക് എന്താ പറയുക, എന്തോ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് കൊണ്ടാണ് ഞാനതെല്ലാം ഉപേക്ഷിച്ചത്. എന്താ പറയുക, എനിക്കിഷ്ടമല്ല ഒരു ഫെസ്റ്റിവലും, എനിക്കിഷ്ടമല്ല. ന്യൂ ഇയർ, ക്രിസ്മസ്, വിഷു ഒന്നും ആഘോഷിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം മതിമറന്ന് ആഘോഷിച്ചത് സൂര്യയും ഹരണിയും ജാനകിയും അനുവും എല്ലാം കൂടി എഫേർട്ട് എടുത്ത് എൻ്റെ വീട്ടിലൊരു ഓണം സെലിബ്രേഷൻ നടത്തിയിരുന്നു. ഐ തിങ്ക് 2019 തോന്നുന്നു. ആ സമയത്ത് എല്ലാവരും വന്ന് ഓണസദ്യയൊക്കെ ഒരുക്കി. ഞങ്ങൾ 10-30 പേരുണ്ടായിരുന്നു. വീട്ടിൽ ഓണസദ്യയൊക്കെ ഒരുക്കി ഓണക്കളികളും പൂക്കളങ്ങളും ഒക്കെ ഇട്ട് വൈകുന്നേരം വരെ. അതാണ് എൻ്റെ മെമ്മറിയിലുള്ള ഏറ്റവും നല്ല ഓണം. എൻ്റെ കുഞ്ഞുനാളിലത്തെ ഓണത്തെ പറ്റി ഓർക്കുവാണെങ്കിൽ എനിക്കിതുപോലെ പട്ടുപാവാടയും ബ്ലൗസ് ഇടാൻ കഴിയത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം കൊണ്ടുള്ള ഓണമാണ്. അപ്പോൾ ഞാനിങ്ങനെ നിക്കറും ഷർട്ടും ഇട്ട് നടക്കുന്നു, എല്ലാവരും പട്ടുപാവാടയും ബ്ലൗസ് ഇട്ട് പോകുന്നു. എനിക്കെന്തുകൊണ്ട് അമ്മ ഇത് വാങ്ങിച്ചു തരുന്നില്ല? എൻ്റെ ചേച്ചി ഈ പട്ടുപാവാടയും ബ്ലൗസും അഴിച്ചിടാൻ നോക്കി നിൽക്കുവാണ്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഊണൊക്കെ കഴിയുമ്പോഴത്തേക്ക് അഴിച്ചിടുമല്ലോ, അപ്പോൾ ഞാനത് എടുത്തിടും. അവിടെയാണ് എൻ്റെ ഓണം വരുന്നത്. മനസ്സിലായോ? എനിക്കങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓണം സിനിമ കാണാനോ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോകുമ്പം ഞാൻ കുറേ അമ്മമാരെ കണ്ടിട്ടുണ്ട് വഴിയരികിൽ മക്കളെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് തന്ന ചോറ് മുഴുവൻ ഞാൻ കഴിച്ചില്ല, ഞാനതെടുത്ത് കളഞ്ഞു. അതുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കൊടുക്കാമായിരുന്നു, ഇവർ അതുവഴി ഒന്ന് വന്നുകൂടായിരുന്നോ? കുഞ്ഞല്ലേ, ഞാൻ ചിന്തിക്കുന്നത് ഇവർക്ക് അങ്ങോട്ട് വന്നാൽ എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പുതിയ വസ്ത്രങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്തോ ഒരു ജാള്യത എനിക്ക് ഫീൽ ചെയ്തു തുടങ്ങി. അവിടെ മുതൽ ഞാൻ പുതിയ വസ്ത്രങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല. അന്ന് കുളിക്കത്തുമില്ല. ഞാൻ ഏതെങ്കിലും പഴയ ഡ്രസ്സ് ഇട്ടും ഓണം ആകുമ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് എൻ്റെ ബന്ധുക്കളുടെ വീടുകളുണ്ട്, അടുത്തടുത്ത് വീടുകളുണ്ട്, അവിടെ എല്ലാം പോയി എന്തെങ്കിലുമൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് തിന്നിട്ട് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ പോലും ഞാൻ വരില്ല. എനിക്ക് ഇലയിട്ട് ഊണ് കഴിക്കുന്നത് ഇഷ്ടമല്ല. സത്യമായിട്ടും ഞാൻ അന്നത്തെ ദിവസം എങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാമോ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും. സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കങ്ങനെ ഒരിടത്തും പോയിട്ട് എനിക്കിങ്ങനെ ഓണസദ്യ കഴിക്കണമെന്നോ ഓണം സെലിബ്രേറ്റ് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. ഒരു സെലിബ്രേഷനും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എങ്ങനെയാണോ അങ്ങനെ ഒതുങ്ങിയിരിക്കുക. എന്തിനാലേ നമുക്ക് മനസ്സ് സന്തോഷിക്കാൻ, നമുക്ക് ആഘോഷിക്കാൻ ഓണം, ക്രിസ്മസ് അല്ലെങ്കിൽ ദീപാവലി, ഓണം ആഘോഷിക്കുന്നവരോട് എനിക്ക് എതിരില്ല കേട്ടോ. ഓണം ആഘോഷിക്കുന്നവരിപ്പോൾ എന്തെങ്കിലും ആഘോഷിച്ചാൽ ഞാൻ കൂടെ നിൽക്കും. ഞാനായിട്ട് അതിന് എഫേർട്ട് എടുക്കില്ല, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു ആഘോഷങ്ങൾക്ക് ഞാൻ എതിരല്ല. ഞാൻ അതിനൊന്നും പോകില്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ തന്നെ ജീവിതമേ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ഓണമായാൽ ക്രിസ്മസ് ആയാൽ എല്ലാം അല്ലാതെയോ ജീവിതം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ആഗ്രഹിക്കുന്ന പോലെ തന്നെ ദുബായിൽ സ്വന്തമായിട്ടൊരു കോസ്മെറ്റോളജിക്കുള്ളൊരു കോളേജ്, അത് അക്കാഡമി വളർന്നൊരു കോളേജ് ലെവലിലേക്ക് അത് എത്തട്ടെ. എൻ്റെ നാവ് പൊന്നാവട്ടെ ഈശ്വര, അങ്ങനെ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എനിക്ക് അതിലേക്ക് ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എഴഞ്ഞെങ്കിലും എത്തിയിരിക്കും. ഇത്രയും നേടിയെടുത്ത രഞ്ജു അമ്മയ്ക്ക് അത് വെറും നിസ്സാരമാണ്, വെറും നിസ്സാരം. തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എല്ലാം നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.